Hello friends. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫാൽക്കൺ ആൻഡ് ദി വിന്റർ സോൾജറിന്റെ എപ്പിസോഡ് 4 ആണ്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ടെന്താണെന്ന് വെച്ചാൽ ഹൈഡ്രയുടെ ചരിത്രത്തെ പറ്റി നന്നായിട്ട് അറിയുന്ന ബാരൺ സിമോ എന്ന് പറയുന്ന വില്ലനെ ബക്കി തന്ത്രപൂർവ്വം ജയിലിൽ നിന്ന് പുറത്തിറക്കുകയാണ്. എന്നിട്ട് വേണം സിമോയെ വെച്ച് ഇപ്പൊ ബാക്കി എവിടെയൊക്കെ സെർവ് ഉണ്ടെന്നും എവിടെയൊക്കെ സൂപ്പർ സോൾജേഴ്സ് ഉണ്ടെന്നും കണ്ടുപിടിക്കാൻ. സാമിന് ആദ്യം ഇതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. സാം എതിർക്കുമെന്ന് നേരത്തെ അറിയുന്നതുകൊണ്ട് സാമിനോട് പറയാതെ ബക്കി ഓൾറെഡി സിമോയെ പുറത്തിറക്കിയിരുന്നു. അതുകൊണ്ട് പതുക്കെ സാമും സമ്മതിച്ചു. പക്ഷെ ഇവരോട് ചോദിക്കാതെ സിമോ ഒരു കാര്യം പോലും ചെയ്യാൻ പാടില്ല. പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ബാരൺ സിമോ ശരിക്കും സോക്കോയിലെ ഒരു പ്രഭു കുടുംബത്തിൽപ്പെട്ട ആളാണ്. അവൻ ഒടുക്കത്തെ റിച്ച. ഇവരന്വേഷിക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ ക്രിമിനൽ കേന്ദ്രവും ബ്ലാക്ക് മാർക്കറ്റുമായിട്ടുള്ള മാദ്രിപൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇവർക്ക് പോകേണ്ടി വരും. അങ്ങനെ സിമോ ഇവരെ കൊണ്ട് അങ്ങോട്ട് പോവാണ്. ബക്കി വിന്റർ സോൾജർ ആയിട്ടും സാം സ്മൈലിംഗ് ടൈഗർ എന്ന് പറയുന്ന മറ്റൊരു ഡോൺ ആയിട്ട് അഭിനയിച്ചിട്ടാണ് മാദ്രിപൂരിലേക്ക് കടന്നു ചെല്ലുന്നത്. വിന്റർ സോൾജറിനെ വിൽക്കാനാണ് കൊണ്ടുവന്നിരിക്കുന്ന രീതിയിലാണ് സിമോ അങ്ങോട്ട് ചെല്ലുന്നത്. അവിടെ വെച്ചൊരു അടിപിടി ഉണ്ടാവുമ്പോൾ സിമോ പറയുന്നതനുസരിച്ച് വിന്റർ സോൾജർ എല്ലാവരെയും മലർത്തിയടിച്ചു. ഇത് കണ്ട് ഇംപ്രസ് ആവുന്ന സെൽബി എന്ന് പറയുന്ന ഒരു പെണ്ണ് അവരെ വിളിപ്പിക്കുന്നു. സൂപ്പർ സോൾജർ സെറത്തിനെ പറ്റി സെൽബിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. വിൽഫ്രഡ് നേഗൽ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് മാദ്രിപൂരി വെച്ച് അത് ഉണ്ടാക്കുന്നതെന്ന് സെൽബി പറയുന്നുണ്ട്. പക്ഷെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. ഈ സമയത്ത് സാമിന് സാറയുടെ കോൾ വരുവാണ്. അങ്ങനെ സെൽബിക്ക് മനസ്സിലായി ഇവരൊക്കെ കള്ളന്മാരാണെന്ന്. സെൽബി ഇവരെ കൊല്ലാൻ പറയുമ്പോഴേക്കും സെൽബിയെ തന്നെ ആരോ വെടിവെച്ച് കൊന്നുകളയുവാണ്. അങ്ങനെ ആ കുറ്റം ഇവരുടെ 3 പേരുടെയും തലയിലായി. അവരോടാൻ തുടങ്ങി. ഇവരുടെ 3 പേരുടെയും തലയ്ക്ക് വലിയൊരു വില തന്നെ പ്രഖ്യാപിക്കുകയാണ്. പവർ ബ്രോക്കർ എന്ന് പറയുന്ന ഒരാളാണ് മാദ്രിപൂരിനെ ടോട്ടലായിട്ട് ഭരിക്കുന്നത്. അയാൾ അറിയാതെ ഇവിടെ ഒന്നും നടക്കില്ല. സാമിനെയും ബക്കിയും സെമോയെയും കൊല്ലാൻ വരുന്നവരെ വേറെ ആരോ വെടിവെച്ച് കൊല്ലുന്നു. അത് ഷാരൺ കാർട്ടർ ആയിരുന്നു. കുറെ കൊല്ലങ്ങൾക്ക് മുന്നേ സിവിൽ വാറിന്റെ ഒക്കെ ടൈമിൽ ക്യാപ്റ്റൻ അമേരിക്കയും സാമിനെയും ഒക്കെ ഷാരൺ ഇല്ലീഗലായിട്ട് സഹായിച്ചിരുന്നു. അതിന്റെ പേരിൽ ഷാരണിനെ ജോലിയിൽ നിന്ന് പുറത്താക്കി രാജ്യദ്രോഹിയായിട്ട് മുദ്രകുത്തി. അങ്ങനെ നാണക്കേട് സഹിക്കാൻ വയ്യാതെയാണ് ഷാരൺ കാർട്ടർ മാദ്രിപൂരിലേക്ക് വരുന്നത്. ഇവിടെ അവൾ അല്ലറ ചില്ലറ ബ്ലാക്ക് മാർക്കറ്റ് ബിസിനസ്സുമായിട്ട് പോകുന്നു. ഷാരൺ കാർട്ടറിനെ ഇവരെ സഹായിക്കാൻ പറ്റും. പല ഇൻഫർമേഷൻസും അവൾക്ക് എടുത്തു കൊടുക്കാൻ പറ്റും. പക്ഷെ അതിന് പകരമായിട്ട് ഷാരന്റെ മേൽ അമേരിക്ക ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളൊക്കെ സാം നീക്കി കൊടുക്കണം. ഇതാണ് അവർ തമ്മിലുള്ള ഡീൽ. ഷാരൺ കാർട്ടർ ഒരു പാർട്ടി വയ്ക്കുന്നു. അവിടേക്ക് കുറെ അധോലോക ബന്ധങ്ങളുള്ളവർ വരുന്നുണ്ട്. അവരിൽ നിന്ന് എവിടെയാണ് ഡോക്ടർ വിൽഫ്രഡ് നേഗൽ ഉള്ളതെന്നും അയാൾ എവിടെ വെച്ചാണ് സൂപ്പർ സോൾജേഴ്സ് ഉണ്ടാക്കുന്നതെന്നും ഷാരൺ ഒരു ഐഡിയ കിട്ടി. അങ്ങനെ ഇവർ 3 പേരും കൂടി കുറെ കണ്ടെയ്നറുകൾ നിരത്തി വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോവാണ്. ഷാരൺ പുറത്തു നിന്ന് ഇവരെ ആക്രമിക്കാൻ വരുന്നവരെ നേരിടുന്നു. അതേസമയം ഇവർ കണ്ടെയ്നറിന്റെ ഉള്ളിൽ കയറി അവിടുത്തെ രഹസ്യമായിട്ടുള്ള ഒരു അറിയിച്ചെന്ന് ഡോക്ടർ വിൽഫ്രഡ് നേഗലിനെ കണ്ടെത്തുവാണ്. അയാളുടെ കയ്യിൽ നിന്ന് ഇവർക്ക് കുറെ വിവരങ്ങൾ കിട്ടി. ഒരു 20ഓളം സൂപ്പർ സോൾജേഴ്സ് ഉണ്ടാക്കിയെന്നും ഇതൊക്കെ ചെയ്യുന്നത് പവർ ബ്രോക്കറിന് വേണ്ടിയാണെന്നും പവർ ബ്രോക്കറിന്റെ ആളായി നിന്നിരുന്ന കാർലി മൊഗന്തു ഇതൊക്കെ അടിച്ചെടുത്തുകൊണ്ട് പോയെന്നുമാണ് വിൽഫ്രഡ് നേഗൽ പറയുന്നത്. ലാസ്റ്റ് സിമോ അയാളെ വെടിവെച്ച് കൊന്നുകളയാണ്. കാരണം സിമോക്ക് സൂപ്പർ സോൾജേഴ്സിന് ഇഷ്ടമല്ല. അവരെ ഉണ്ടാക്കാനുള്ള സെറം ഉണ്ടാക്കുന്നവരും ഇഷ്ടമല്ല. പിന്നീട് അവിടെ നടക്കുന്ന ഫൈറ്റിൽ നിന്ന് അവരൊക്കെ രക്ഷപ്പെടുന്നു. ജോൺ വാക്കറും ലെമാറും സിമോ രക്ഷപ്പെട്ടെന്ന് മനസ്സിലായപ്പോ ഇത് സാമും ബക്കിയായിരിക്കും മനസ്സിലാക്കി അവരുടെ പിന്നാലെ പോവാണ്. കാർലിയും ഫ്രണ്ട്സും ചേർന്ന് GRCയുടെ ഒരു സംഭരണ കേന്ദ്രം ആക്രമിക്കുകയും അവിടെയുള്ള സാധനങ്ങൾ മോഷ്ടിക്കുകയും അത് ബോംബ് വെച്ച് തകർക്കുകയും ചെയ്യുന്നു. അതിന്റെ ഇടയ്ക്ക് ഉള്ളിലുണ്ടായിരുന്ന കുറെ പേർ മരിക്കുന്നുണ്ട്. ഈ സമയത്ത് വക്കാൻഡൻ കിങ് ആയിട്ടുള്ള കിങ് ടിച്ചാക്കയെ കൊന്നുകളഞ്ഞ സിമോ പുറത്തിറങ്ങി നടക്കുന്നത് അറിഞ്ഞ് ഡോറ മിലാജെ ആയിട്ടുള്ള അയോ സിമോയെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവൾ ആദ്യം കാണുന്നത് ബക്കിയാണ്. ഇവർക്ക് നേരത്തെ പരിചയമുണ്ട്. കാരണം ബക്കി വക്കാൻഡയിൽ ചികിത്സയിലായിരുന്നല്ലോ. ഇനി എന്താണ് സംഭവിക്കുക? അപ്പൊ നമുക്ക് സമയം കളയാതെ കഥയിലേക്ക് കടക്കാം. എന്റെ പേര് അമിത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിനർ. തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് 6 വർഷം മുൻപത്തെ വക്കാൻഡയാണ്. അതായത് അവെഞ്ചേഴ്സ് സിവിൽ വാറിന് ശേഷവും അവെഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിന് മുൻപുള്ള ആ ഒരു കാലഘട്ടം. സിവിൽ വാർ കഴിഞ്ഞ് ക്യാപ്റ്റൻ ബക്കിയെ വക്കാൻഡയിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ഷൂരി അവന്റെ തലയിൽ നിന്ന് ഹൈഡ്രയുടെ പ്രോഗ്രാം നീക്കം ചെയ്യാനുള്ള പണികൾ തുടങ്ങി. അതിന് കുറച്ച് നാളെടുത്തു. എന്നാലും അവരേറെക്കുറെ അതിൽ വിജയിച്ചു. അങ്ങനെ കുറെ നാളത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ബക്കിയും അയോയും കൂടി സംസാരിക്കുകയാണ്. ഈ ചികിത്സ ഫലിച്ചെന്നും തന്റെ തലയിൽ നിന്ന് ഹൈഡ്രയുടെ വൈറസ് പോയെന്നും ബക്കിക്ക് ഇപ്പോഴും ഉറപ്പില്ല. ആ കോഡ് വേർഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വീണ്ടും ബക്കിയിൽ നിന്ന് വിന്റർ സോൾജറായി മാറുമെന്നാണ് ബക്കിയുടെ പേടി. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് അയോ പറയുന്നു. എനിക്കിതിൽ വിശ്വാസമില്ല അയോ. ഒരുപാട് വർഷക്കാലമായി ഹൈഡ്ര എന്നെ എങ്ങനെ നിയന്ത്രിക്കാൻ തുടങ്ങിയിട്ട് അത് കുറച്ചു നാൾ കൊണ്ട് ശരിയായെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വിചാരിക്കേണ്ട ബക്കി. നിനക്ക് ഞങ്ങളിൽ വിശ്വസിക്കാം. ഷൂരി വളരെ കൃത്യമായി തന്നെയാണ് നിന്നെ ചികിത്സിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നീ പേടിക്കണ്ട. നീ ഇനി ആരെയും ഉപദ്രവിക്കില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയോ ആ കോഡ് വേർഡ്സ് പറയാൻ തുടങ്ങി. ഈ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ബക്കി വിന്റർ സോൾജറായി മാറാറാണ് പതിവ്. ലോങ്ങിങ്, റസ്റ്റഡ്, 17, ഡേ ബ്രേക്ക്, ഫർണസ്, 9, ബെനൈൻ, ഹോം കമ്മിങ്, 1, ഫ്രൈറ്റ് കാർ. ഇത്രയുമാണ് കോഡ് വേർഡ്സ്. ഇത് പറയുന്നതിന്റെ ഇടയ്ക്ക് ഉണ്ടാവുന്ന കാര്യങ്ങൾ നമ്മളെ ശരിക്കും ഇമോഷണൽ ആക്കി കളയും. താൻ ഏത് നിമിഷവും വിന്റർ സോൾജറായി മാറുമെന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ബക്കിക്ക് അറിയാം. അവന്റെ മനസ്സിലേക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓടി വരുവാണ്. അവൻ വിന്റർ സോൾജർ ആയിരുന്നതും അവനെ ഹൈഡ്ര ഉപയോഗിച്ചതും അവൻ കൊന്നു തള്ളിയവരുടെ മുഖവും പ്രത്യേകിച്ച് ഹോവാർഡ് സ്റ്റാർക്കിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മുഖവും സ്റ്റീവുമായിട്ട് ഫൈറ്റ് ചെയ്തതും അവനെ കാലാകാലങ്ങളോളം മഞ്ഞിൽ ഉറക്കി കിടത്തിയതും അതിനു മുന്ന് അവന്റെ മെമ്മറി ഇറേസ് ചെയ്യാൻ വേണ്ടി ഹൈഡ്ര ചെയ്തിരുന്ന ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്ന
പ്രോസസ്സും കോഡ് വേർഡ്സ് എഴുതിയ ആ ബുക്കും അവന്റെ മേൽ ചെയ്ത പരീക്ഷണങ്ങളും ഇതൊക്കെ അവന്റെ മനസ്സിലേക്ക് കടന്നു വരുവാണ്. ഏകദേശം 80ഓളം വർഷങ്ങൾക്ക് മേലെ അവൻ ഈ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. ഹൈഡ്രയുടെ കയ്യിലെ വെറും പാവയെ പോലെ ഒരു സ്വാതന്ത്ര്യവും ഇല്ലാതെ അവൻ നരകം പോലെ ജീവിച്ചു. ഇതൊക്കെ ബക്കിയുടെ മനസ്സിലേക്ക് കടന്നു വരുവാണ്. പക്ഷെ ഈ വട്ടം ആ കോഡ് വേർഡ്സ് ഒക്കെ കേട്ടിട്ടും ബക്കി വിന്റർ സോൾജറായി മാറിയില്ല. കാരണം അവനിപ്പോ വിന്റർ സോൾജർ അല്ല. ഷൂരി അവന്റെ തലയിൽ നിന്ന് ആ പ്രോഗ്രാം നീക്കം ചെയ്തു. അവനിപ്പോ ഫ്രീ ആണ്, ഒരു സ്വതന്ത്രനായ മനുഷ്യനാണ്. ഇത് മനസ്സിലാവുന്ന ബക്കി സന്തോഷം അടക്കാൻ പറ്റാതെ അതിന്റെ കൂടെ തന്നെ ഇത്രയും കാലം വിന്റർ സോൾജറായി അറിയാതെയാണെങ്കിലും ചെയ്തു കൂട്ടിയ കാര്യങ്ങളെ പറ്റിയും ഓർത്ത് അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. ആദ്യമായിട്ടാണ് ബക്കി ഇങ്ങനെ കരയുന്നത് കാണുന്നത്. സ്വാതന്ത്ര്യമാണ് ഒരു മനുഷ്യന് ഏറ്റവും വലുത് എന്നതാണ് ഏറ്റവും വലിയ സത്യം. അത് തിരിച്ചു കിട്ടി കഴിഞ്ഞപ്പോ ബക്കിക്ക് സ്വയം കൺട്രോൾ ചെയ്യാനാവുന്നില്ല. ബക്കി, നീ ഇപ്പൊ സ്വതന്ത്രനാണ്, യു ആർ ഫ്രീ. അയ്യോ ഇങ്ങനെ പറയുന്നത് കേട്ട് ബക്കി ഒരിക്കൽ കൂടി വീണ്ടും കരയുന്നു. കാരണം 80 വർഷത്തിലധികം നീണ്ടു നിന്ന ഹൈഡ്രയുടെ ചങ്ങലയാണ് ഇവർ പൊട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ട് അയോയ്ക്കും ഭയങ്കര സന്തോഷമായി. ഇനിയുള്ള തന്റെ ജീവിതത്തെ പറ്റി ഓർത്ത് ബക്കിയും സന്തോഷിക്കുന്നുണ്ട്. അതായത് ബക്കി കല്യാണം കഴിച്ച് കുട്ടി ഉണ്ടാവുന്നു അതൊന്നുമല്ല, സ്വതന്ത്രനാവുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഫീലാണ്. ഇനി ആരെങ്കിലും ആ ബുക്ക് എടുത്തുകൊണ്ടുവന്ന് കോഡ് വേർഡ്സ് പറഞ്ഞ് തന്നെ വീണ്ടും വിന്റർ സോൾജറാക്കി ഉപയോഗിക്കുമെന്ന് ബക്കിക്ക് പേടിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. അതാണ് ബക്കിയെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നത്. ഏകദേശം ഇത് കഴിഞ്ഞിട്ടാണ് ബക്കിയും ഷൂരിയും തമ്മിൽ സംസാരിക്കുന്നത് കണ്ടത്. ബക്കി ഷൂരിയോട് താങ്ക്സ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വക്കാൻഡയിൽ താനോസുമായിട്ടുള്ള യുദ്ധം നടക്കാൻ തുടങ്ങുന്നു. അതിന് മുന്നായിട്ട് ബക്കിക്ക് അവർ പുതിയൊരു വൈബ്രേനിയം കൈയും കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഇൻഫിനിറ്റി വാർ കണ്ടു. ഇപ്പൊ കഥ പ്രസന്റിലേക്ക് വരുവാണ്. അയോയും ബക്കിയും നേർക്ക് നിൽക്കുന്നു. സിമോയെ കൊണ്ടുപോകാനാണ് അയോ വന്നിരിക്കുന്നത്. ബക്കി, എന്ത് ധൈര്യത്തിലാണ് നീ സിമോയെ പുറത്തിറക്കിയത്? കിങ് ടിച്ചാക്കെ കൊന്നവനാണ് സിമോ. ഞങ്ങളുടെ രാജാവിനെ കൊന്നവനാണ് അവൻ. ഇതെനിക്ക് സഹിക്കാനാവില്ല. ഞങ്ങൾക്ക് അവന്റെ സഹായം വേണമായിരുന്നു അയോ. ഹൈഡ്ര നിന്റെ തലയിൽ വെച്ചിരിക്കുന്ന വിന്റർ സോൾജർ പ്രോഗ്രാം അത് കാലാകാലങ്ങളോളം നിന്നെ കാർന്ന് തിന്നുകൊണ്ടിരുന്നു. നീ അതിന്റെ വേദനയിൽ കഴിഞ്ഞിരുന്നു. പക്ഷെ വക്കാൻഡയിൽ വന്ന് നിന്നെ ഞങ്ങൾ അതിൽ നിന്ന് മോചിപ്പിച്ചു. നിനക്കത് ഓർമ്മയില്ലേ? എനിക്കത് ഓർമ്മയുണ്ടോ അയോ? ഞാനെന്നും നിങ്ങളോട് നന്ദിയുള്ളവനായിരിക്കും. നീയും ഷൂരിയും ഒക്കെ എനിക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്ന കാര്യങ്ങളോട് എനിക്കെന്നും നന്ദി മാത്രമേ ഉള്ളൂ. എന്നിട്ടാണോ ഞങ്ങളുടെ രാജാവിനെ കൊന്നവനെ നീ പുറത്തിറക്കിയത്? എന്റെ രാജാവ് അന്ന് സ്ഫോടനത്തിൽ മരിക്കുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അതിന്റെ കുറ്റബോധം എനിക്ക് ഇന്നും ഉണ്ട്. അതിന് കാരണക്കാരനായവനാണ് സിമോ. എനിക്കത് മനസ്സിലാവുന്നുണ്ടായോ? പക്ഷെ ഒരു തെറ്റിനെ എതിർക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ സിമോയെ പുറത്തിറക്കിയത്. സിമോയുടെ സഹായം ഉണ്ടെങ്കിലേ ഞങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കൂ. ഓക്കെ ബക്കി, നിനക്ക് ഞങ്ങൾ ഒരു പേര് തന്നിരുന്നു, ദ വൈറ്റ് വോൾഫ്. നിന്നോടുള്ള സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമായിട്ടാണ് ഞങ്ങൾ നിനക്കൊരു പേര് തന്നത്. ആ വിശ്വാസം നീ തെറ്റിക്കരുത്. കൃത്യം 8 മണിക്കൂറിന് ശേഷം ഞാൻ തിരിച്ചു വരും. അതുവരെ നിനക്ക് സിമോയെ കിട്ടൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവനെ കൊണ്ടുപോകും. 8 മണിക്കൂറിനുള്ളിൽ നിനക്ക് ചെയ്യാനുള്ള എന്തും ചെയ്യാം. ഇങ്ങനെ പറഞ്ഞ അയോ പോവുകയാണ്. ബക്കി എടുത്ത കിമോയെ ബീഡ്സും മേടിച്ചിട്ടാണ് അയോ പോകുന്നത്. ബക്കി നേരെ അവരുടെ ഹോട്ടലിലേക്ക് ചെന്നു. അവിടെ സിമോ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് നടന്നു വരുന്നുണ്ട്. ഗൈസ്, സിമോയെ കൊണ്ടുപോകാൻ വക്കാൻഡിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. അവർ 8 മണിക്കൂറാണ് തന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് അവർ സിമോയെ കൊണ്ടുപോകും. ബക്കി, നിന്നെ അവർ ഫോളോ ചെയ്തോ? എന്നെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കത് അറിയാൻ പറ്റും. അവരെന്നെ ഫോളോ ചെയ്തിട്ടില്ല. എന്നെ അവർ വിശ്വസിക്കുന്നുണ്ട്. അതെനിക്ക് തെറ്റിക്കാനും സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം. താങ്ക് യു ബക്കി. നീ എനിക്ക് വേണ്ടി വക്കാൻഡക്കാരോട് സംസാരിച്ചല്ലോ. നിനക്ക് വേണ്ടിയൊന്നുമല്ല ഞാൻ വക്കാൻഡക്കാരോട് സംസാരിച്ചത്. നിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമുണ്ട്. അത് മാത്രമല്ല, നീ പുറത്തിറങ്ങി കഴിഞ്ഞ് വീണ്ടും തെറ്റുകൾ ചെയ്തു. നീ ഡോക്ടർ വിൽഫ്രഡ് നേഗലിനെ കൊന്നുകളഞ്ഞു. അതിപ്പോ നടക്കേണ്ടത് നടന്നെന്ന് പറയാൻ പറ്റൂ. അയാൾ മരിക്കേണ്ടവനാ. നോ സിമോ, ആരെയും കൊല്ലാനുള്ള അവകാശം നിനക്കില്ല. കാർലിയും കൂടെയുള്ളവരും കൂടി GRCയുടെ ഒരു കേന്ദ്രത്തിൽ ബോംബിട്ടു. 3 പേർ മരിച്ചു. 11 പേർ ഗുരുതരാവസ്ഥയിലാണ്. ഞാനിത് ഇപ്പോഴാണ് അറിയുന്നത്. അവരെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തെന്ന് മനസ്സിലാവുന്നില്ല. ഫ്ലാഗ് സ്മാഷേഴ്സ് കുറച്ച് ഡിമാൻഡുകൾ പറയുന്നുണ്ട്. അത് അംഗീകരിച്ചില്ലെങ്കിൽ അവർ ഇനിയും ഇങ്ങനെ ചെയ്യുന്നതാണ് പറയുന്നത്. കണ്ടോ ഗൈസ്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവരെയൊക്കെ കൊന്നുകളയേണ്ടതാണ്. കാർലി ഇപ്പൊ പണ്ടത്തെ പോലെയല്ല. അവൾ വീണ്ടും വീണ്ടും ക്രൂരയായി മാറിക്കൊണ്ടിരിക്കുന്നു. എനിക്കൊരു മിഷൻ ഉണ്ട്. സൂപ്പർ സോൾജർ സർവും സൂപ്പർ സോൾജേഴ്സിനും ഇല്ലാതെയാക്കുക. നിങ്ങൾ എന്നെ കൂടെ നിൽക്കില്ലേ? സിമോ, കാർലി വേറെ ഒരു കുട്ടിയാണ്. അവളൊരു കുട്ടിയായിരുന്നു. അവളൊരു കുട്ടിയാണെങ്കിൽ ഇത്രയും പേരെ ബോംബ് വെച്ച് കൊല്ലില്ലായിരുന്നു. അവൾ ഒരു സുപ്രീമസിസ്റ്റ് ആണ്, പരമാധികാരം ആഗ്രഹിക്കുന്നവൾ. സൂപ്പർ സോൾജർ എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ ഈ ലോകത്തിന് ആവശ്യമില്ല. ആളുകൾക്ക് പ്രശ്നം മാത്രമേ അത് ഉണ്ടാക്കൂ. ചരിത്രം എടുത്ത് നോക്കിയാൽ അത് മനസ്സിലാവും. ഒരുപക്ഷെ കാർലി തെറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ വീണ്ടും ആളുകളെ കൊല്ലാതെ തന്നെ നമുക്ക് ഇതിന് പരിഹാരം കണ്ടെത്താൻ പറ്റിയാലോ? സമാധാനത്തോടെ കാര്യങ്ങൾ തീർക്കാൻ കാർലി സമ്മതിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സാം? സൂപ്പർ സോൾജേഴ്സ് സെറം കുത്തിവെച്ച് സൂപ്പർ പവറുള്ള ആളായി മാറിക്കഴിഞ്ഞാൽ പരമാധികാരം നേടണമെന്ന ചിന്തയായിരിക്കും മനസ്സിൽ. എല്ലാവരെക്കാളും മുകളിൽ പോകണം, എല്ലാവരെയും ഭരിക്കണമെന്ന ചിന്ത. നമ്മൾക്ക് അവരെ തിരുത്താനാവില്ല. സൂപ്പർ സോൾജർ സെറം എടുക്കുന്ന ഏതൊരാളും തന്നെ ഇനി ആർക്കും തൊടാൻ പറ്റില്ലെന്ന ചിന്തയോടെ പ്രവർത്തിക്കും. അതുകൊണ്ട് കാർലി നിൽക്കില്ല. ഒന്നുകിൽ നിങ്ങൾ കാർലിയെ കൊല്ലേണ്ടി വരും, അല്ലെങ്കിൽ കാർലി നിങ്ങളെ കൊല്ലും. നീ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ശരിയല്ല സിമോ. സെറം കുത്തിവെച്ചതുകൊണ്ട് സ്റ്റീവ് റോജേഴ്സ് ഒരു മോശം ആളായില്ല. അദ്ദേഹം ക്യാപ്റ്റൻ അമേരിക്കയായി. യെസ് ബക്കി, ആ കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു. സ്റ്റീവ് റോജേഴ്സ് ഒരേ ഒരു പീസായിരുന്നു, വൺ ആൻഡ് ഓൺലി പീസ്. പിന്നെ അതുപോലെ ആരും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല. ഇവിടെ സിമോ അങ്ങനെ പറയുമ്പോൾ ശരിക്കും നമുക്കൊരു രോമാഞ്ചം വരുന്നുണ്ട്. കാരണം വില്ലനായിട്ടുള്ള സിമോ പോലും സ്റ്റീവ് റോജേഴ്സിനെ അംഗീകരിക്കുന്നുണ്ട്, അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. സിമോ, നീ ഇനി കൂടുതൽ സംസാരിച്ച നിന്നെ എത്രയും പെട്ടെന്ന് വക്കാൻഡക്കാർക്ക് ഞാൻ കൊടുക്കും. ഓ, അപ്പൊ നിങ്ങൾക്ക് എന്റെ ഹെൽപ്പ് വേണ്ടേ? ഇതിനാണ് നിങ്ങൾ എന്നെ പുറത്തിറക്കിയത്. ബക്കി വെയിറ്റ്, എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. നമ്മൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും മരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു കൂട്ടത്തിന്റെ നേതാവായിരുന്ന ഒരാൾ മരിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ചടങ്ങുണ്ടാവും. അവരെ ഓർമ്മിക്കുന്ന ഒരു ചടങ്ങ്. കാർലിയുടെയും കൂടെയുള്ളവരുടെയും വളർത്തമ്മയായിരുന്നു ഡോണിയ മദാനി. അവർ മരിച്ച വിവരം ടോറസ് എന്നോട് പറഞ്ഞു. തീർച്ചയായിട്ടും ഇന്നോ നാളെയോ അവരെ ഓർമ്മിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരിക്കും. അവിടെ കാർലിയും കൂടെയുള്ളവരും വരും. അവിടെ വെച്ച് നമ്മൾക്ക് അവരെ കണ്ടുപിടിക്കാൻ പറ്റും. സാമിന്റെ ഐഡിയ നല്ലതാണ്, സിമോയും
സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് സിമോ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്ന തുർക്കിഷ് ഡിലൈറ്റ് എന്ന് പറയുന്ന കുറച്ച് മിഠായികൾ അവർക്ക് കൊടുക്കുന്നു. അതിനൊടുക്കത്തെ ടേസ്റ്റ് ആണെന്നാണ് സിമോ പറയുന്നത്. അടുത്ത സീനി കാണിക്കുന്നത് കാർലിയും കൂടെയുള്ളവരും അവരുടെ ഒളിത്താവളത്തിലിരിക്കുന്നതാണ്. ഒരുപാട് ന്യൂസുകൾ വരാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം അവർ GRCയുടെ ഒരു കേന്ദ്രത്തിൽ ബോംബ് വെച്ച് പൊട്ടിച്ചല്ലോ. അവിടെ കുറെ പോലീസുകാരടക്കം ഒരുപാട് പേർ മരിച്ചു. ഒരു പോലീസുകാരനാണെങ്കിൽ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. ഇതിനെ തുടർന്ന് വ്യാപകമായിട്ട് ഭയങ്കര പ്രതിഷേധം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഫ്ലാഗ് സ്മാഷേഴ്സ് എന്ന് പറയുന്ന ടീമിനെ തടയിടാൻ വേണ്ടി പറ്റാവുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും ചെയ്യാൻ പോവാണ്. ഫ്ലാഗ് സ്മാഷേഴ്സിനെതിരെ ഒരുപാട് കുറ്റങ്ങൾ ചുമത്തപ്പെട്ടിരിക്കുന്നു. ഇവരുടെ ഈ അക്രമം ഇങ്ങനെ വെച്ചു ഉറപ്പിക്കാൻ പറ്റില്ലെന്നാണ് ഗവൺമെന്റ് ഇപ്പൊ പറയുന്നത്. അതിന്റെ അർത്ഥം ഫ്ലാഗ് സ്മാഷേഴ്സ് പറയുന്ന അവരുടെ ഡിമാൻഡുകളൊന്നും ഗവൺമെന്റ് അംഗീകരിക്കാൻ തയ്യാറല്ല. ഈ സമയത്ത് ഇവർ മൂന്നുപേരും കൂടി കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട ഫ്ലാഗ് സ്മാഷേഴ്സിന്റെ ഒരു കേന്ദ്രത്തിലേക്ക് വരുവാണ്. ഇവിടെയാണ് ഫ്ലാഗ് സ്മാഷേഴ്സിലെ പലരും അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ പേരും ഉള്ളത്. ഇവിടെ വെച്ചാണ് ഡോണി അമദാനി മരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടത്. ഇതും GRCയുടെ ഒരു കേന്ദ്രമാണ്. പക്ഷെ ഇവിടെ താമസിക്കുന്നവർ തന്നെയാണ് ഫ്ലാഗ് സ്മാഷേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലുള്ളത്. ഡോണി അമദാനി ഇവിടെ വെച്ച് മരിച്ചു വന്നതുകൊണ്ടാണ് ഇവിടെ കാർലി ഉണ്ടായിരിക്കുന്ന സംശയം തോന്നി എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ബക്കിയോട് സിമോയെ നോക്കിക്കോളാൻ പറഞ്ഞ് സാം മുകളിലേക്ക് പോകുന്നു. സാം മുകളിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഫ്ലാഗ് സ്മാഷേഴ്സിന്റെ ചിഹ്നമായിട്ടുള്ള കൈപ്പത്തി പതിപ്പിച്ചിരിക്കുന്ന കുറെ സംഭവങ്ങൾ കാണുന്നുണ്ട്. അതായത് ഫ്ലാഗ് സ്മാഷേഴ്സ് അടിച്ചെടുത്തുകൊണ്ട് വന്ന മരുന്നുകളും മറ്റു കാര്യങ്ങളും ആയിരിക്കും ഇത്. അതുകൊണ്ടാണ് ഈ കൈപ്പത്തിയുടെ ചിഹ്നം അവർ വെച്ചിരിക്കുന്നത്. സാം അവിടെയുള്ള കുറെ പേരോട് നിങ്ങൾക്ക് ഡോണി അമദാനി അറിയോന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ ആരും അറിയില്ലെന്നാണ് പറയുന്നത്. ബക്കിയും ഇത് തന്നെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ആരും ഒന്നും പറയുന്നില്ല. ഇവിടെ താമസിച്ചിരുന്ന അഭയാർത്ഥികളുടെ കൂട്ടത്തിൽ ഡോണി അമദാനി എന്ന പേരുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നില്ലേ? എനിക്കറിയില്ല സർ. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ അഭയാർത്ഥികളൊന്നുമല്ല. ഞങ്ങൾ നീതി നിഷേധിക്കപ്പെട്ടവരാണ്. ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് സഹായിക്കുമെന്ന് പറഞ്ഞു വരുമെങ്കിലും പിന്നെ തിരിഞ്ഞു നോക്കാറില്ല. പുറത്തുനിന്ന് വരുന്നവരെ ഞങ്ങൾക്ക് വിശ്വാസവും ഇല്ല. GRC ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഇവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ടീച്ചർമാരെയും ഞങ്ങൾക്കുള്ള ഭക്ഷണവും മരുന്നും ഒക്കെ ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ കിട്ടുമെന്നാണ്. അതൊക്കെ പറഞ്ഞിട്ട് 6 മാസമായി. ഇതുവരെ ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾ ആരാന്നൊക്കെ എനിക്കറിയാം. പക്ഷെ നിങ്ങളെയും ഞങ്ങൾക്ക് വിശ്വാസമില്ല. അങ്ങനെ പറഞ്ഞ അയാൾ ഇവിടുന്ന് പോവാണ്. സാം ഇവരെ സഹായിക്കാന്ന് പറയുന്നുണ്ടെങ്കിലും അവർ സാമിനെ വിശ്വസിക്കുന്നില്ല. ഈ സമയത്ത് സിമോ അവന്റെ ഐഡിയയെ കൂടെ അന്വേഷിക്കുകയാണ്. അവനവിടെ കളിച്ചുകൊണ്ട് നിൽക്കുന്ന പിള്ളേരുടെ അടുത്തേക്ക് നല്ല രസമുള്ള ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ട് ചെല്ലുവാണ്. അങ്ങനെ പതുക്കെ പിള്ളേരുടെയൊക്കെ ശ്രദ്ധ അവനെ ആകർഷിച്ചു. അവർ ഇംപ്രസ് ആക്കി. അവരടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സിമോ അവർക്ക് കഴിക്കാൻ വേണ്ടി ആ ഒടുക്കത്തെ ടേസ്റ്റുള്ള തുർക്കിഷ് ഡിലൈറ്റ് എന്ന് പറയുന്ന മിഠായികൾ കൊടുക്കുകയാണ്. എന്നിട്ട് ആവശ്യമുള്ളിടത്തോളം പറയുന്നു. ഇങ്ങനെ GRC കേന്ദ്രത്തിലൊക്കെ ഒന്ന് താമസിക്കുന്ന പിള്ളേർക്ക് മിഠായി അങ്ങനത്തെ സാധനങ്ങളൊന്നും കിട്ടുന്നുണ്ടാവില്ല. അതിന്റെ ഇടയ്ക്കാണ് സിമോ തുർക്കിഷ് ഡിലൈറ്റ് കൊണ്ട് കൊടുക്കുന്നത്. അത് കിട്ടിയപ്പോൾ പിള്ളേർക്ക് സന്തോഷമായി. എന്നിട്ട് സിമോ നൈസ് ആയിട്ട് അവന്റെ പ്ലാൻ തുടങ്ങി. കുട്ടികളെ, എന്റെ ഒരു പഴയ ഫ്രണ്ട് ഇവിടെ താമസിച്ചിരുന്നു. ഡോണിയോ മദനി എന്ന പേര്. പാവം മരിച്ചുപോയി. നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ഇപ്പൊ അവർ മരിച്ചിട്ട് അവരുടെ അവസാനത്തെ ചടങ്ങുകൾ എവിടെ നടക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. നിങ്ങളത് മാമനോട് പറയുകയാണെങ്കിൽ എനിക്ക് പോയിട്ട് അവസാനമായിട്ട് എന്റെ ഫ്രണ്ട് ഡോണിയെ ഒന്ന് കാണായിരുന്നു. നിങ്ങൾ ആ സ്ഥലം എവിടെയാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഞാൻ മിഠായി തരാം. നിങ്ങൾ എന്നെ സഹായിക്കില്ലേ? സിമോ എങ്ങനെയൊക്കെ പറയുന്നു. പിള്ളേർക്ക് മിഠായി കിട്ടിയപ്പോ അവർക്ക് സിമോ മാമനെ ഭയങ്കര ഇഷ്ടമായി. പിള്ള മനസ്സിൽ കള്ളവില്ലെന്ന് പറയാറുണ്ടല്ലോ. ആ കൊച്ചു സത്യങ്ങളൊക്കെ സിമോയോട് പറയുവാണ്. അവന്റെ ചെവിയിലാണ് പറയുന്നത്. എന്തായാലും സിമോ എന്താ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നിൽക്കുവാണ് സാമും ബക്കിയും. ഈ സമയത്ത് സിമോ സാമും ബക്കിയും കേൾക്കാതെ കൊച്ചിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. മോളെ, ദേ ആ നിൽക്കുന്ന 2 മാമന്മാരെ കണ്ടോ? അവന്മാര് പൊട്ട ആൾക്കാരാ. അവന്മാരോട് സംസാരിക്കരുത്. എന്നോട് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അത് അവരോട് ഒരിക്കലും പറയരുത്. ഓക്കെ? ഇങ്ങനെ പറഞ്ഞ കൊച്ചിനെ സമ്മതിപ്പിച്ചിട്ടാണ് സിമോ അവിടുന്ന് പോകുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഡോണി അമദാനിയെ പറ്റിയുള്ള ഇൻഫർമേഷൻ ആ കൊച്ചിന്റെ കയ്യിൽ നിന്ന് സിമോയ്ക്ക് കിട്ടി. അപ്പൊ സാമിനും ബക്കിക്കും സിമോയെ ആവശ്യമുണ്ട്. പക്ഷെ സിമോയുടെ കയ്യിലുള്ള വിവരം ആ കൊച്ചു സാമിനോടും ബക്കിയോടും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിമോയുടെ ആവശ്യമില്ലല്ലോ. സോ സ്വയം സേഫ് ആക്കി വെക്കാനുള്ള പ്ലാനാണ് സിമോ ചെയ്യുന്നത്. സിമോയെ കൊണ്ട് സാമിനും ബക്കിക്കും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ അവനിങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റൂ. അല്ലെങ്കിൽ അവൻ അവർ തിരിച്ച് ജയിലിലേക്ക് വിടും. എന്തായാലും സിമോ മാമനും പിള്ളേർ അകലെന്ന് സംസാരിക്കുന്നത് എന്താന്ന് സാമിനും ബക്കിക്കും പിടികിട്ടിയില്ല. അവർ തിരിച്ച് ഹോട്ടലിലേക്ക് ചെന്നു. ബക്കി നമ്മൾ ചോദിച്ചിട്ട് ആരും എന്താ കാർലിയെ പറ്റിയും ഡോണിയെ പറ്റിയും ഒന്നും പറയാത്തെന്ന് അറിയാം. കാരണം അവരെ സഹായിക്കുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് കാർലിയും കൂട്ടുകാരുമാണ്. അതുകൊണ്ട് അവരൊരിക്കലും ഒറ്റ കൊടുക്കില്ല. പിന്നെ അവർ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, താനോസ് സ്നാപ്പ് ചെയ്ത് കഴിഞ്ഞ അടുത്ത 5 വർഷത്തേക്ക് രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തികളില്ലാതെയായി. രാജ്യങ്ങൾ ആളുകളെ ക്ഷണിച്ചു വരുത്താൻ തുടങ്ങി. ഇവിടെ വന്ന് ജോലി ചെയ്യൂ, ഇവിടെ താമസിക്കൂ, ഇവിടെ കുടുംബം ഉണ്ടാക്കൂ, ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. അതിനുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. കാരണം ജനസംഖ്യ കുറഞ്ഞല്ലോ. ആളുകൾക്ക് ആവശ്യത്തിന് ജോലി ഉണ്ടായിരുന്നു, ഭക്ഷണം ഉണ്ടായിരുന്നു, താമസിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു. പകുതി പേര് മാഞ്ഞു പോയതിന്റെ വിഷമം ഉണ്ടായിരുന്നെങ്കിലും കുറെ പേരുടെ ജീവിതം ഈസിയായി മാറി. ലോകം മുഴുവൻ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് പോലെയായിരുന്നു 5 വർഷം. പക്ഷെ പെട്ടെന്നൊരു ദിവസം അവഞ്ചേഴ്സ് എല്ലാവരും ചേർന്ന് മാഞ്ഞുപോയി എല്ലാവരും തിരിച്ചു കൊണ്ടുവന്നു. എല്ലാവരും കൂടി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആവശ്യത്തിന് ജോലിയും മരുന്നും ഭക്ഷണവും താമസിക്കാൻ സ്ഥലവും ഒന്നും ഇല്ലാതെയായി. ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയ രാജ്യങ്ങൾ തന്നെ എല്ലാവരോടും ഇറങ്ങി പോകാൻ പറഞ്ഞു. അപ്പൊ ഈ പാവങ്ങൾ എന്താ ചെയ്യുക? ഗവൺമെന്റ് പോലും അവർ സഹായിക്കാതെയായി. കാർലിയും കൂടെയുള്ളവരാണ് അവരെ സഹായിക്കുന്നത്. സോ എല്ലാവരും അവരുടെ കൂടെ നിൽക്കൂ. പക്ഷെ സാം ഇങ്ങനെയൊക്കെ ആണെങ്കിലും കാർലി ചെയ്യുന്ന കാര്യങ്ങളോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. അവളും കൂടെയുള്ളവരും കൂടി ഒരുപാട് അക്രമങ്ങളാണ് അഴിച്ചുവിടുന്നത്. പക്ഷെ ബക്കി കാർലി മറ്റുള്ളവരെ പോലെ അല്ല. അവൾ പണത്തിനോ പവറിനോ വേണ്ടിയോ ഒന്നും അല്ല ഇങ്ങനെ ചെയ്യുന്നത്. അവളുടെ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഒറ്റപ്പെട്ടു പോയ ഒരു കൂട്ടം ആളുകളെ ജീവനോടെ നിലനിർത്തി
നിർത്താൻ വേണ്ടിയാണ്. അവൾ തിരഞ്ഞെടുക്കുന്ന വഴികൾ മോശമാണ്, പക്ഷെ അവളുടെ ഉദ്ദേശം ശരിയാണ്. സിമോ, ആ ചെറിയ പെൺകുട്ടി നിന്നോട് എന്താ പറഞ്ഞത്? അത് ഞാൻ പറയാം. ആദ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ചായ കുടിക്കും. നല്ല ടേസ്റ്റ് ആയിരിക്കും. നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ഡോണിയ മദാനിയുടെ അവസാനത്തെ ചടങ്ങുകൾ ഇന്ന് വൈകുന്നേരമാണ് നടക്കുക. അതാണ് ആ കുട്ടി എന്നോട് പറഞ്ഞത്. അതെവിടെ വെച്ചാൽ നടക്കാന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ അതെനിക്കിപ്പോ പറയാൻ പറ്റില്ല. സിമോ, നിനക്കൊരു കാര്യം അറിയോ? നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വക്കാൻഡിയിലെ ഡോറ മിലാജ്. അവരെ നിന്നെ ഏത് നിമിഷം വേണമെങ്കിലും പൂട്ടും. ഇപ്പൊ അവർ പുറത്തുനിന്ന് നിൽക്കുന്നുണ്ടോന്ന് പോലും എനിക്കറിയില്ല. അതുകൊണ്ട് നീ അറിഞ്ഞ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പറ. അത് ശരിയാവില്ലല്ലോ ബക്കി. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് എന്റെ ഒരു സേഫ്റ്റിക്ക് ചില കാര്യങ്ങൾ ഞാൻ പറയില്ല. പക്ഷെ ആവശ്യമുള്ളപ്പോ ഞാൻ പറയാം. ഈ സമയത്ത് ബക്കിക്ക് ദേഷ്യം വന്നിട്ട് അവൻ വന്ന് സിമോയുടെ കലിക്കുന്ന ഗ്ലാസ് അവിടെ എറിഞ്ഞ് പൊട്ടിച്ചു കളയുവാണ്. സാം അങ്ങോട്ട് വന്ന് തൽക്കാലം തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണമെന്ന് പറയുന്നു. ഇപ്പൊ ഇവര് തമ്മിൽ അടിപിടിയായ അതിന്റെ സൈഡിൽ കൂടെ ഫ്ലാഗ് സ്മാഷേഴ്സ് രക്ഷപ്പെടും. ബക്കി ദേഷ്യപ്പെട്ട് പോകുന്നതിനിടയ്ക്ക് കുറച്ച് ചൂടുള്ള ചായ എടുക്കട്ടെ എന്ന് സിമോനോട് ചോദിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, സിമോയ്ക്ക് ആൾക്കാരെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എത്രത്തോളം ദേഷ്യം പിടിപ്പിച്ച തനിക്ക് ഇടി കിട്ടുന്നതായിരിക്കും സിമോ നോക്കുന്നത്. ഇത് കഴിഞ്ഞ് സാം മാദ്രിപൂരിലുള്ള ഷാരൻ കാർട്ടറിനെ വിളിക്കുന്നുണ്ട്. വീണ്ടും അവളോട് ഹെൽപ്പ് ചോദിക്കാനാണ് അവൻ വിളിച്ചിരിക്കുന്നത്. ഷാരൻ, ഡോണിയ മദനി ഉണ്ടായിരുന്ന ജിയാസയുടെ കേന്ദ്രത്തിലേക്ക് ഞങ്ങൾ വന്നു. പക്ഷെ ആരും ഇവിടെ ഒന്നും പറയുന്നില്ല. സിമോക്ക് എന്താ വിവരം കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതവൻ ഞങ്ങളോട് പറയുന്നില്ല. അതിലിപ്പോ അത്ഭുതപ്പെടാനൊന്നുമില്ല. സിമോ എങ്ങനെയുള്ള ആളാണെന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയാലോ. അപ്പൊ അനുഭവിച്ചോ. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം, അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. സാം, കാര്യങ്ങൾ ഓൾറെഡി കൈവിട്ടു പോയി. നിനക്കറിയാലോ, മാദ്രിപൂരിന്റെ രാജാവായിട്ടുള്ള പവർ ബ്രോക്കറാണ് ഡോക്ടർ വിൽഫ്രഡ് നേഗലിനെ കൊണ്ടുവന്ന് അത്രയും സ്ഥലങ്ങൾ ഉണ്ടാക്കിയത്. ആ സൂപ്പർ സോൾജേഴ്സിനൊക്കെ കാർലി മോഷ്ടിച്ചുകൊണ്ട് പോയി. പവർ ബ്രോക്കർ ഇപ്പൊ കാർലിയെ കൊല്ലാൻ വേണ്ടി പിന്നാലെ നടക്കുകയാണ്. സോ പവർ ബ്രോക്കർ കാർലിയെ കണ്ടെത്തുന്നതിന് മുന്നേ നിങ്ങൾ അവളെ കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാർലിയെയും അവളുടെ കയ്യിലുള്ള സൂപ്പർ സോൾജർ സെറംസും കിട്ടും. നിങ്ങളുടെ കയ്യിൽ അത് സേഫ് ആയിരിക്കുമല്ലോ. എന്നെ കൊണ്ട് എന്തെങ്കിലും വിവരങ്ങൾ തരാൻ പറ്റുവാണെങ്കിൽ ഞാൻ തരാം. എന്തായാലും കാർലി രക്ഷപ്പെടാതെ സാം വേണം നോക്കാൻ. അടുത്ത സീനിൽ കാണിക്കുന്നത് കാർലിയെയും കൂടെയുള്ള ഒരുത്തനെയാണ്. അവർ നടന്നു പോകുന്നത് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ശവക്കല്ലറയിലേക്കാണ്. അതിലൊരു പ്രത്യേക ഭാഗത്ത് അവർ മോഷ്ടിച്ച സൂപ്പർ സോൾജർ സെറംസ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവരത് പുറത്തെടുത്തു. നമ്മൾ ഈ സെറം ഉപയോഗിച്ച് സൂപ്പർ സോൾജേഴ്സ് ആയതും ഇനി ഈ സെറം ഉപയോഗിച്ച് കൂടുതൽ പേരെ അങ്ങനെ ആക്കി മാറ്റുന്നതും സത്യത്തിലൊരു മോശം കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഞാനും ഒരു ക്യാപ്റ്റൻ അമേരിക്ക ഫാൻ ആയിരുന്നു. ഈ ലോകത്ത് നല്ല ആളുകളുണ്ടെന്ന് എന്നെ വിശ്വസിപ്പിച്ചത് അദ്ദേഹമാണ്. പക്ഷെ അദ്ദേഹം പോയതിനു ശേഷം വീണ്ടും ഒരു ക്യാപ്റ്റൻ അമേരിക്ക ആവാൻ പറ്റിയ ആളെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നീ അങ്ങനെയല്ല കാർലി. നീ ഒരു നല്ല നേതാവാണ്. നിനക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് നീ ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുന്ന ഒരു ഹീറോയാണ് നമുക്ക് ആവശ്യം. അല്ലാതെ പണ്ടത്തെ പോലെ ക്യാപ്റ്റൻ അമേരിക്കയോ ആ ഷീൽഡിനെയോ അല്ല. നീ പറഞ്ഞ ശരിയാ. സത്യത്തിൽ ആ ഷീൽഡിന്റെ ആവശ്യമില്ല. അതൊക്കെ കഴിഞ്ഞു പോയ കഥയോ. ഇനി ഇവിടെ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണമെങ്കിൽ അതിന് നമ്മൾക്കേ പറ്റൂ. ആദ്യം നമുക്ക് നമ്മുടെ അമ്മ ഡോണിയ മദാനിക്ക് വേണ്ടി ഇന്നത്തെ ദിവസം മാറ്റിവെക്കും. ഇങ്ങനെ പറഞ്ഞ് അവർ ഡോണിയ മദാനിയുടെ ഫ്യൂണറൽ ചടങ്ങുകളിലേക്ക് കടക്കുവാണ്. ഇതേസമയം മറ്റൊരിടത്ത് ജോൺ വാക്കറും ലെമാറും സാമും ബക്കിയും സിമോയും കണ്ടുമുട്ടുവാണ്. ഹലോ ഗായ്സ്, സിമോയെ പുറത്തിറക്കി ഞങ്ങളുടെ കണ്ണു വെട്ടിച്ചു പോകാന്ന് വിചാരിച്ചോ നിങ്ങൾ? ഹായ് ജോൺ വാക്കർ, നീ ഞങ്ങളെങ്ങനെ കണ്ടെത്തി? എങ്ങനെ കണ്ടെത്തിയെന്നോ? ഇവിടെ സിറ്റിയുടെ നടുക്കൂടെ രണ്ട് അവെഞ്ചേഴ്സും ഒരു പിടികിട്ടാപ്പുള്ളിയും കൂടി നടക്കുമ്പോൾ ആ വിവരം ഞങ്ങൾക്ക് കിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ എന്തിനാ സിമോയെ പുറത്തിറക്കിയെന്ന് ആദ്യം പറ. നിങ്ങൾ വലിയൊരു തെറ്റാ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി അവനെ ഞങ്ങൾ പുറത്തിറക്കിയതല്ല. സിമോ ഒറ്റയ്ക്ക് ജയിലിൽ നിന്ന് ചാടിയത്. നിങ്ങൾ പറയുന്ന കള്ളങ്ങളൊക്കെ ഞാൻ വിശ്വസിക്കുന്നതാണ് വിചാരിച്ചത്. അത്രയ്ക്ക് മണ്ടനൊന്നുമല്ല ഞാൻ. മര്യാദയ്ക്ക് പറയുന്നത് നല്ലത്. ഹേയ് ജോൺ, നമ്മൾ തമ്മിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ വേണ്ട. ടേക്ക് ഇറ്റ് ഈസി. കാർലി എവിടെയുള്ളതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇവർക്ക് എന്നെ ആവശ്യമുണ്ട്. എവിടെ കാർലി എവിടെയുള്ളത്? നമുക്കുടനെ അങ്ങോട്ട് പോകാം. ജോൺ, ഞങ്ങൾക്ക് ആ കൂടി അറിയുന്നത് അവര് ഡോണിയ മദനി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ സംസ്കാര ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് വരുമെന്ന് മാത്രമാണ്. അവിടെ വെച്ച് ഞങ്ങൾക്ക് അവളെ കാണാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ വെച്ച് നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയത് അവരറിഞ്ഞാൽ അവർ രക്ഷപ്പെടും. ഓക്കെ, പക്ഷെ ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. സിമോ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ ജോൺ, എനിക്ക് കാർലിയോട് ഒറ്റയ്ക്ക് സംസാരിക്കണം. അവളിപ്പോ വേണ്ടപ്പെട്ട ഒരാള് മരിച്ചു പോയിരിക്കുന്ന അവസ്ഥയിലാണ്. അവൾ മാനസികമായിട്ട് തളർന്നിരിക്കുകയായിരിക്കും. ഈ സമയത്ത് അവൾ പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഹേ ഗൈസ്, വെയിറ്റ് സ്റ്റോപ്പ്. നിങ്ങൾ എന്താ പറയുന്നത്? കാർലിയെ സമാധാനമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാന്ന്? അതൊന്നും നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള സമയമൊക്കെ കഴിഞ്ഞുപോയി. അവളൊരു ബിൽഡിംഗ് മൊത്തം ബോംബ് വെച്ച് പൊട്ടിച്ച് എത്ര പേരെ കൊന്നെന്നറിയോ? സാം, നീ സമാധാനമായിട്ട് സംസാരിക്കാൻ ചെന്നാ അവൾ ചിലപ്പോൾ നിന്നെ കൊന്നുകളയും. അവളൊരു സൂപ്പർ സോൾജർ എന്ന് മറക്കണ്ട. പക്ഷെ നമ്മളവളായിട്ട് ഫൈറ്റ് ചെയ്യാൻ ചെന്നാ അതിന്റെ ഇടയ്ക്ക് വീണ്ടും ഒരുപാട് പേര് കൊല്ലപ്പെട്ടേക്കും. അതാണ് നിങ്ങൾക്ക് വേണ്ടത്. ബക്കി, നീ നിന്റെ പാർട്ട്ണറായിട്ടുള്ള സാമിനെ കൊലയ്ക്ക് കൊടുക്കാനാണോ വിചാരിക്കുന്നത്? ഒരു സൂപ്പർ സോൾജർ അടുത്തേക്ക് നീ സാമിനെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടൂ. മിസ്റ്റർ ജോൺ വാക്കർ, നീ സാമിനെ പറ്റി തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ്. സൂപ്പർ സോൾജേഴ്സിനേക്കാൾ വലിയ ആൾക്കാരെ സാം നേരിട്ടിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, സാം എന്റെ പാർട്ട്ണർ ഒന്നുമല്ല. ഞാൻ US എയർഫോഴ്സിൽ നിന്ന് രാജിവെച്ചതിന് ശേഷം യുദ്ധത്തിന്റെ ട്രോമയിൽ കഴിയുന്ന സോൾജേഴ്സിന് കൗൺസിലിംഗ് കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ സംസാരിച്ചുള്ള പരിചയമുണ്ട്. സോ ഇത് ഞാൻ നോക്കാം. ജോൺ, ഒരു പക്ഷേ ഇവർ പറയുന്നതിലും കാര്യമുണ്ട്. സംസാരിച്ച് കാര്യങ്ങൾ തീർക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. എന്തായാലും ലെമാർ അങ്ങനെ പറഞ്ഞപ്പോ ജോൺ സമ്മതിച്ചു. ഓക്കെ, നിങ്ങൾ സംസാരിച്ച് നോക്ക്. പിന്നെ സിമോ, നിന്നെ ഞാൻ വിടില്ല. നീ രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. അതിന് ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞില്ലല്ലോ. പിന്നെ നിന്നെ പ്രശ്നം ഉണ്ടാക്കുന്നേ. ഇപ്പൊ അതാണോ വലിയ വിഷയം? ഇപ്പൊ നമുക്ക് കാർലിയെ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ഞാനത് കഴിഞ്ഞ് രക്ഷപ്പെട്ടോളാം. ബാക്കിയൊക്കെ നമുക്ക് അത് കഴിഞ്ഞ് ആലോചിക്കാം. ഇപ്പൊ നടക്കാൻ നോക്ക്. അങ്ങനെ എല്ലാവരും കൂടി നടക്കുവാണ്. സിമോയ്ക്ക് പരിചയമുള്ള ചെറിയ കുട്ടി അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവളുടെ ഫാമിലിക്ക് വേണ്ടി സിമോ കുറച്ച് പൈസ കൊടുക്കുന്നു. അങ്ങനെ വീണ്ടും കുട്ടി സിമോ മാമന്റെ മേലെ ഇംപ്രസ് ആയി. അങ്ങനെ ആ കുട്ടി ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് ഇവർക്ക് വഴി കാണിച്ചു കൊടുക്കുകയാണ്. സിമോയുടെ ഈ തന്ത്രങ്ങളൊക്കെ കണ്ട് ജോണിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ കുട്ടികളെ വളച്ച് അവരിൽ നിന്ന് ഇൻഫർമേഷൻ എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു പ്രത്യേക കഴിവ് വേണം. അങ്ങനെ അവർ അവിടേക്ക് ചെന്നു. ഇപ്പൊ സാം കാർലിയോട്ട് സംസാരിക്കാൻ വേണ്ടി പോവാണ്. എല്ലാം സംസാരിച്ച് ശരിയാക്കാൻ 10 മിനിറ്റാണ്
ജോൺ വാക്കർ കൊടുത്തിരിക്കുന്നത്. സിമോ രക്ഷപ്പെടാതിരിക്കാൻ ജോൺ സിമോയുടെ കയ്യിൽ വിലങ്ങ് വെക്കുന്നുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സാം തിരിച്ചു വരുന്ന കണ്ടില്ലെങ്കിൽ ഞങ്ങൾ കേറി വരുമെന്നാണ് ജോൺ പറഞ്ഞിരിക്കുന്നത്. ഹേ സാം, 10 മിനിറ്റ് കഴിഞ്ഞാൽ കാര്യങ്ങൾ ഞാൻ എന്റെ വഴിക്ക് ചെയ്യും. അതിനുള്ളിൽ നിനക്ക് കാർലിയുടെ മനസ്സ് മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റിക്കോ. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് നിനക്ക് എന്തെങ്കിലും പറ്റിയാ അതിന് ഞാൻ ഉത്തരവാദിയായിരിക്കില്ല. ഇപ്പോൾ അവിടെ ഉള്ളിലായിട്ട് ഡോണിയ മദാനിയുടെ അവസാനത്തെ ചടങ്ങുകൾ നടക്കുകയാണ്. അവരുടെ ഡെഡ് ബോഡി എല്ലാവർക്കും കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അവിടേക്ക് അലങ്കരിച്ചിട്ടുണ്ട്. കാർലി പറയാൻ തുടങ്ങി, എനിക്ക് എന്റെ ശരിക്കുള്ള അച്ഛന്റെ അമ്മയുടെ മുഖം ഓർമ്മയില്ല. അത് മാത്രമല്ല, എനിക്ക് എന്റെ ബ്രദറിന്റെയോ സിസ്റ്ററിന്റെയോ മറ്റൊരു ബന്ധുക്കളുടെയോ മുഖം അറിയില്ല. ഞാൻ പൂർണ്ണമായിട്ട് ഒരു അനാഥയാണ്, ഒരു ഓർഫൻ. ഒറ്റപ്പെടൽ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിട്ടില്ല. തണുത്തു വിറച്ച് വഴിയരികിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ഞാൻ വിശന്ന് വലഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഡോണിയ മദാനി എന്ന് പറയുന്ന എന്റെ അമ്മയെ കാണുന്നതുവരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡോണി എന്നെ എടുത്തു വളർത്തി, സ്വന്തം മകളെ പോലെ. എന്നെ മാത്രമല്ല, എന്റെ പോലെയുള്ള ഒരുപാട് പേരെ അമ്മ ഇതുപോലെ തന്നെ വളർത്തിയിട്ടുണ്ട്. നിങ്ങളും അവരിൽപ്പെട്ടവരാ. നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഡോണിയ മദാനി തന്നു. ഏറ്റവും അധികമായിട്ട് അവർ നമ്മളെ സ്നേഹിച്ചു. ഇങ്ങനെ പറയുന്നതിനിടയ്ക്ക് സാം മുകളിൽ വന്ന് നിൽക്കുന്നത് കാർലി കാണുന്നുണ്ട്. എന്നാലും അവൾ പറയുന്നത് തുടർന്നു. നമ്മൾക്ക് എല്ലാവർക്കും പരസ്പരം നമ്മൾ മാത്രമേ ഉള്ളൂ. അമ്മയാണ് നമ്മളെ പഠിപ്പിച്ചത്. നമ്മളെ സഹായിക്കാൻ വേറെ ആരും വരില്ല. നമ്മളെ സംരക്ഷിക്കേണ്ട ഗവൺമെന്റ് പോലും നമ്മൾക്കെതിരെയാ. നമ്മളെ ക്രിമിനൽസായി മുദ്രകുത്തി അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി നമ്മൾക്ക് പലതും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. നമ്മളെന്നും പറയുന്നത് പോലെ നമ്മൾക്ക് വേണ്ടത് ഒരു മനുഷ്യനെന്നുള്ള പരിഗണനയാണ്. വൺ വേൾഡ്, വൺ പീപ്പിൾ. ഒരു ലോകം, ഒരു ജനത. ഇതൊരിക്കലും മറക്കരുത്. അവസാന ശ്വാസം വരെ നമ്മൾ പോരാടും. കാർലി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് വന്ന് ഡോണിയ മദാനിക്ക് വേണ്ടി പൂക്കൾ അർപ്പിക്കാൻ തുടങ്ങി. സോ ഇവർക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ഒരു നല്ല സ്ത്രീയായിരുന്നു അവർ. ഈ സമയത്ത് ജോൺ വാക്കറിനാണെങ്കിൽ ഇരിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റുന്നില്ല. അവൻ എത്രയും പെട്ടെന്ന് കയറി ചെന്ന് കാർലിയെ പിടികൂടണമെന്ന ചിന്തയാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 10 മിനിറ്റ് ആയെന്ന് ടൈം നോക്കിക്കൊണ്ടിരിക്കും. ലെമാർ നിന്നുറങ്ങിയെന്നാണ് തോന്നുന്നത്. കുറച്ചു കഴിഞ്ഞ് കാർലിയുടെ അടുത്തേക്ക് സാം ചെല്ലുന്നു. ഹേ കാർലി, ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല. ഞാനിപ്പോ ഒറ്റയ്ക്ക് നിന്നോട് സംസാരിക്കാൻ വേണ്ടി വന്നതാ. നിങ്ങളുടെ അമ്മ മരിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. ഐ എം റിയലി സോറി. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല. ഞാൻ വെറുതെ പറഞ്ഞതല്ല. വേണ്ടപ്പെട്ട ആളുകൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വിഷമം എനിക്കും അറിയാം. കാർലി, പ്രശ്നം വീണ്ടും ഗുരുതരമാക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊരു യുദ്ധത്തിലേക്കാണ് പോകുന്നത്. ഞങ്ങളാണോ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഞങ്ങളുടെ ആവശ്യങ്ങൾ ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല. ഞങ്ങളുടെ വീടുകളിൽ നിന്ന് അവർ ഞങ്ങളെ ഇറക്കി വിട്ടു. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? നീ പറയുന്നതിൽ ശരിയുണ്ട്, അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് സംസാരിക്കാൻ വന്നത്. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല. അതുകൊണ്ട് നിങ്ങൾ സ്വയം ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ഓക്കെ സാം, ഇപ്പൊ ഞങ്ങൾ കാരണം കുറച്ച് ആളുകളൊക്കെ പ്രശ്നത്തിലാവാൻ തുടങ്ങിയപ്പോൾ ഗവൺമെന്റ് ഞങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അത് തന്നെയായിരുന്നു ഞങ്ങൾക്ക് വേണ്ടത്. ഇപ്പൊ എന്നോട് ഇതൊക്കെ നിർത്തണം എന്ന് പറയാൻ വന്നായിരിക്കും അല്ലെ? പക്ഷെ എന്റെ ആഗ്രഹം ഈ ലോകത്തിന് ഒരു നല്ല സ്ഥലമാക്കി മാറ്റണമെന്നാണ്. കാർലി, നീ ആളുകളെ കൊന്നു കളയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ ലോകം ഒരു നല്ല സ്ഥലമാവുന്നത്? സാം, ഈ പ്രശ്നങ്ങളൊക്കെ നീ സംസാരിച്ചു തീർക്കാനാണ് വന്നിരിക്കുന്നത്. അത് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്തായാലും സൂപ്പർ സോൾജേഴ്സിന്റെ ഇടയിലേക്ക് നീ ഇങ്ങനെ കയറി വന്നതിന് നിന്റെ ധൈര്യം സമ്മതിക്കണം. ധൈര്യം ഉണ്ടായതുകൊണ്ട് മാത്രമല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തെങ്കിലും കാര്യം സമാധാനത്തോടെ സംസാരിച്ചു തീർക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. ഈ സമയത്ത് പുറത്ത് ജോൺ വാക്കറിനാണെങ്കിൽ ഒട്ടും ക്ഷമിക്കാൻ പറ്റാതെ, നോ, ഇതൊരു മോശം ഐഡിയ ആയിരുന്നു. ഇങ്ങനെ സംസാരിച്ച് കാര്യങ്ങൾ ശരിയാക്കാനൊന്നും പറ്റില്ല. ഹേയ് ജോൺ, നിന്റെ പ്രശ്നം എന്താ? സാം പറഞ്ഞതുപോലെ ഇപ്പോഴും 10 മിനിറ്റ് ആയിട്ടില്ലല്ലോ. നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. നോ ബക്കി, ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ എന്നോട് പറയണ്ട. അതിനുള്ള അധികാരം നിനക്കില്ല. സാം എന്താ ചെയ്യുന്നതെന്ന് സാമിന് നന്നായിട്ട് അറിയാം. എനിക്ക് അവന് വിശ്വാസമുണ്ട്. ഇത് കേട്ട് ജോൺ വാക്കറിന് അത്ര പിടിച്ചില്ല. അതായത് സാം ചെയ്യുന്നത് ശരി, ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്നാണോ ബക്കി ഉദ്ദേശിച്ചത്? ഇങ്ങനെ വല്ലാത്തൊരു ഈഗോയാണ് ജോൺ വാക്കറിന്. ഇവനൊക്കെ എങ്ങനെയാണ് ക്യാപ്റ്റൻ അമേരിക്ക ആവുന്നത്? സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ സ്റ്റീവ് റോജേഴ്സിന്റെ സ്വഭാവത്തിന്റെ 7 അയലത്ത് പോലും വരില്ല. അങ്ങനെ സഹിക്കാൻ പറ്റാതായ ജോൺ ഞാൻ ഉള്ളിലേക്ക് പോവാണെന്ന് പറഞ്ഞ് കടക്കാൻ പോവാണ്. പക്ഷെ ബക്കി അവനെ തടഞ്ഞു. തന്റെ നെഞ്ചത്ത് ബക്കി കൈവച്ചത് കണ്ട് ജോണിന് അതും അത്ര പിടിച്ചില്ല. നിന്റെ വിചാരം എന്താ ബക്കി? നിനക്ക് തടയാൻ ഈസിയാന്നാണോ വിചാരം? നീ ഒരു സൂപ്പർ സോൾജർ ആയതുകൊണ്ട് നീ എന്നെക്കാൾ ശക്തനാണ്. അതിന്റെ അഹങ്കാരമാണോ നിനക്ക്? എനിവേ, ഒരു പക്ഷെ സാം ഇപ്പോ അവിടെ സൂപ്പർ സോൾജേഴ്സിന്റെ ഇടി കൊണ്ട് മരിക്കുമായിരിക്കും. ഒരു പക്ഷെ എല്ലാവരും കൂടി അവനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിലോ അവൻ മരിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നിന്റെ കൂടി ആയിരിക്കും ബക്കി. ജോൺ ഇങ്ങനെ പറഞ്ഞു ബക്കി ഒന്ന് ആലോചിക്കുന്നുണ്ട്. ഇനി ഇവൻ പറയുന്നത് ശരിയാണെങ്കിലോ? സാം അങ്ങോട്ട് പോയിട്ട് 10 മിനിറ്റ് ആവാറായി. പ്രത്യേകിച്ച് വിവരമൊന്നും കിട്ടിയിട്ടില്ല. ഈ സമയത്ത് സാം കാർലിയെ പറഞ്ഞ് മനസ്സ് മാറ്റാനുള്ള ശ്രമത്തിലാണ്. കാർലി, നിനക്കറിയോ സൂപ്പർ സോൾജേഴ്സിനൊക്കെ കൊല്ലണമെന്ന് ശബ്ദം എടുത്ത് നടക്കുന്ന ഒരുത്തനുണ്ട്, സിമോ. അവൻ എന്നോട് പറയുന്നത് എന്താന്ന് വെച്ചാൽ നീ ഒരു സുപ്രീമസിസ്റ്റ് എന്നാണ്. എല്ലാവരുടെയും മുകളിൽ അധികാരം വേണമെന്ന് ആഗ്രഹിക്കുന്നവൾ. ഞാനോ? ഒരിക്കലുമല്ല. സത്യത്തിൽ അധികാരം എന്ന് പറയുന്ന ആ ചിന്തയെ തന്നെ എനിക്ക് ഇഷ്ടമല്ല. ഇവിടെ അധികാരം ഉള്ളത് തന്നെ ഞങ്ങൾക്ക് നീതി തരുന്നില്ല. എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ കയ്യിൽ ബാക്കി സറ ഉണ്ടല്ലോ, അത് വെച്ച് നീ എന്താ ചെയ്യാൻ പോകുന്നത്? കൂടുതൽ സൂപ്പർ സോൾജേഴ്സിനെ ഉണ്ടാക്കൂ, എന്നിട്ട് ഇനി നീ ആളുകളെ കൊല്ലൂ. എന്റെ വഴി തടസ്സമായി നിൽക്കുന്നവരെ ഞാൻ കൊന്നുകളയും. വേണ്ടി വന്നാൽ ഞങ്ങളത് ചെയ്യും. ഹോ, വെരി ഗുഡ്. ഇനി നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ കയ്യിൽ സൂപ്പർ സോൾജേഴ്സ് സറ ഉള്ളത് കൊണ്ട്, നിനക്കും നിന്റെ കൂടെയുള്ളവർക്ക് ശക്തി ഉള്ളത് കൊണ്ടാണ് നീ മറ്റുള്ളവരെ കൊല്ലാൻ നോക്കുന്നത്. അപ്പോൾ അതും അധികാരത്തിന്റെ ഒരു ലക്ഷണമല്ലേ? അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? നോ സാം, ഞാൻ പറയുന്നതിനെ വേറെ രീതിയിലാക്കാനാണ് നോക്കുന്നത്. ഞങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ഞങ്ങളുടെ വഴി നിൽക്കുന്നവരെ ഞങ്ങൾ കൊല്ലും. അടിച്ചമർത്തപ്പെടുന്നത് ഞങ്ങൾ മാത്രമല്ല. നിനക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറയുന്നത് ശരിയല്ലേ? ശരിയാണ് കാളി. അടിച്ചമർത്തലിനെ പറ്റി ഞങ്ങളുടെ വർഗത്തേക്കാൾ നന്നായിട്ട് ആർക്കാണ് അറിയാം? എനിക്കും എന്റെ സിസ്റ്റർ സാറയ്ക്കും നേരെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾക്ക് ലോൺ പോലും കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ നിന്റെ ശത്രുവല്ല. നിന്റെ പോലത്തെ സിറ്റുവേഷൻസ് എനിക്കും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന യുദ്ധത്തിനോട് ഞാൻ യോജിക്കുന്നു. നിങ്ങളുടെ ആശയങ്ങളോട് ഞാൻ യോജിക്കുന്നു. പക്ഷെ അതിന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഈ വഴി, അതിനോട് യോജിക്കാൻ എനിക്ക് പറ്റില്ല.
പറ്റില്ല, നിങ്ങൾ ക്രൂരതയാണ് കാണിക്കുന്നത്. അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല കാർലി. നിങ്ങളെ സ്നേഹിച്ച് വളർത്തിയ ഇപ്പൊ മരിച്ചുപോയ ഈ ഡോണിയ മദാനി പോലും നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന രീതിയോട് ഇപ്പൊ യോജിക്കില്ല, ശരിയല്ലേ? അവർ സമാധാനം മാത്രം ആഗ്രഹിച്ചിരുന്നവരായിരുന്നു. സാം എങ്ങനെയൊക്കെ പറയുമ്പോൾ കാർലി ഒന്ന് ആലോചിക്കുന്നുണ്ട്, ഒരുപക്ഷെ അവളുടെ മനസ്സ് മാറുമായിരുന്നിരിക്കാം. പക്ഷെ അപ്പോഴേക്കും കേറി വന്നു ജോൺ വാക്കർ. ഇതുപോലെ ക്ഷമയില്ലാത്ത ഒരുത്തൻ. കാർലി മോഗത്തോ, നിന്നെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. യുവർ അണ്ടർ അറസ്റ്റ്. ഹേയ് ജോൺ, വെയിറ്റ്. നിന്നോട് ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞല്ലേ? അപ്പൊ ഇത് സാമിന്റെ പ്ലാൻ ആയിരുന്നല്ലേ? നീ നല്ലവനാണെന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങൾ എല്ലാവരും ചതിയന്മാരാ. ഇങ്ങനെ പറഞ്ഞ് തന്നെ അറസ്റ്റ് ചെയ്യാൻ വരുന്ന ജോൺ വാക്കറിനെ കാർലി ഇടിച്ച് തെറിപ്പിക്കുകയാണ്. എന്നിട്ട് അവൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അവൾ നല്ല സ്പീഡിൽ ഓടുകയും വളരെ ഉയർത്തി ചാടുകയൊക്കെ ചെയ്യുന്നുണ്ട്. കൂടെ ബക്കിയോ അങ്ങനെ തന്നെ പോകുന്നു. സൂപ്പർ സോൾജേഴ്സ് ആയ ഇങ്ങനെ പല ഗുണങ്ങളുണ്ട്. കാർലി അവിടെയുള്ള ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ കൂടെ പെട്ടെന്ന് എസ്കേപ്പ് ആയി. ഈ കെട്ടിടം കുറച്ച് കൺഫ്യൂസിംഗ് ആയ കെട്ടിടമാണ്. ഒരു സ്ഥലത്ത് കൂടെ ഓടിയാ പെട്ടെന്ന് വഴി തെറ്റി പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ സാമും ബക്കിയും വഴി തെറ്റി പരസ്പരം കണ്ടുമുട്ടുവാണ്. അപ്പോഴാണ് സാം ഒരു കാര്യം കാണുന്നത്, നമ്മുടെ സിമോയും എങ്ങനെയോ ലോക്ക് പൊട്ടിച്ച് രക്ഷപ്പെട്ടു. ഇതിനുള്ള ട്രിക്കൊക്കെ സിമോയ്ക്ക് അറിയാം. അവനും കുറച്ച് നാൾ മിലിറ്ററിയിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ. ഈ സമയത്ത് കാർലി രക്ഷപ്പെടാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവളുടെ മുന്നിലേക്ക് ബാരൺ സിമോ കയറി വരുന്നത്. അവന്റെ കയ്യിൽ ഒരു തോക്കുണ്ട്. പിന്നെ എന്താ സംഭവിക്കാന്ന് പറയണ്ടല്ലോ. കാർലിക്ക് ആലോചിക്കാൻ പോലും സമയം കൊടുക്കാതെ സിമോ അവൾക്ക് നേരെ വെടിവെച്ചു. ഒരു വെടി കാർലിക്ക് കൊണ്ടു. പക്ഷെ അപ്പോഴേക്കും അവൾ ചാടി മാറി. അതുകൊണ്ട് ചത്തില്ല. സിമോ അവളുടെ പിന്നാലെ പോയി എന്തോ ആജന്മശത്രുവിനെ വെടിവെക്കുന്ന പോലെ വീണ്ടും വീണ്ടും വെടിവെക്കുകയാണ്. അവൾ പെട്ടെന്ന് ചാടി മാറിയപ്പോഴാണ് അവിടെ ഇരുന്ന ബാഗിൽ നിന്ന് സൂപ്പർ സോൾജർ സെറമൊക്കെ താഴെ വീണ് ഉരുണ്ടുപോകുന്നത്. അവൾ ഇത് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സിമോ അതിന് സമ്മതിക്കുന്നില്ല. താഴെ സൂപ്പർ സോൾജർ സെറംസ് വീണ് കിടക്കുന്ന കണ്ടപ്പോ സിമോക്ക് സന്തോഷമായി. ഇത് നശിപ്പിക്കാൻ ഇതിനേക്കാൾ നല്ലൊരു സമയം വേറെയില്ല. അതുകൊണ്ട് അവൻ സന്തോഷത്തോടെ ഓരോരോ സൂപ്പർ സോൾജർ സെറമായിട്ട് ചവിട്ടി പൊട്ടിക്കാൻ തുടങ്ങി. ഭയങ്കര ആവേശത്തോടെയാണ് സിമോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട് കാർലിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം പുറത്തേക്ക് വന്ന സിമോ വെടിവെച്ച് കൊല്ലും. കാർലിക്കാണെങ്കിൽ ഇപ്പൊ ഒരു വെടി ഏറ്റിട്ടുണ്ട്. സിമോ ഇത് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് കാർലി ഒരു ഫ്രണ്ടിന്റെ കൂടെ രക്ഷപ്പെടുന്നു. സിമോയുടെ ശ്രദ്ധയൊക്കെ ഇപ്പോ ഈ സൂപ്പർ സോൾജർ സെറംസ് നശിപ്പിക്കുന്നതിലാണ്. പെട്ടെന്നാണ് ജോൺ വാക്കർ വന്ന് സിമോയുടെ കഴുത്തിലേക്ക് ഷീൽഡ് എറിയുന്നത്. അതുകൊണ്ട് താഴെ വീണ് സിമോയുടെ ബോധം പോയി. ജോൺ വാക്കർ വന്ന് നോക്കിയപ്പോ കുറെ സെറംസ് അവിടെ പൊട്ടിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും ഇനി ഒരു കാര്യമില്ല. പക്ഷെ അവൻ നോക്കിയപ്പോ സിമോയുടെ കണ്ണി പെടാതെ ഒരേ ഒരു സൂപ്പർ സോൾജർ സെറം മാത്രം ഒരു സ്ഥലത്ത് വീണ് കിടക്കുന്നുണ്ട്. വേറെ ആരെങ്കിലും കാണുന്നതിന് മുന്നേ ജോൺ വാക്കർ അതെടുത്ത് പോക്കറ്റ് വെക്കുകയാണ്. എന്താ അവന്റെ പ്ലാൻ എന്നറിയില്ല. എന്നാലും ജോൺ അങ്ങനെ ചെയ്തു. അപ്പോഴേക്കും ലെമാറും സാമും ബക്കിയും അങ്ങോട്ട് വന്നു. ജോൺ ഇതെടുത്ത കാര്യം അവരാരും കണ്ടിട്ടില്ല. ഈ സമയത്ത് കാർലി അവളുടെ വെടികൊണ്ട മുറിയൊക്കെ മരുന്ന് വെച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഫ്രണ്ട് എന്ന് പറയുന്നു, അവര് പവർ ബ്രോക്കറിന്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച സൂപ്പർ സോൾജർ സെറം ഒക്കെ സിമോ ചവിട്ടി നശിപ്പിച്ചു കളഞ്ഞു. ഇനി ഒന്നുപോലും ബാക്കിയില്ല. അവർക്കൊക്കെ പേടി തോന്നാൻ തുടങ്ങി. കാരണം കിട്ടിയ സെറങ്ങൾ എല്ലാവരും യൂസ് ചെയ്തില്ല. ആകെ കൂടി 8 സൂപ്പർ സോൾജേഴ്സ് അവർക്കിടയിലുള്ളൂ. കൂടുതൽ പേരെ ഉണ്ടാക്കാൻ അവർ ശ്രദ്ധിച്ചിട്ടില്ല. കാരണം സൂപ്പർ സോൾജർ സെറം കയ്യിലുള്ളിടത്തോളം കാലമാണ് പവർ ബ്രോക്കർ അവരെയൊക്കെ നേരിട്ട് കൊല്ലാതിരിക്കും. എന്നാലാണല്ലോ ഇവരുടെ കയ്യിൽ നിന്ന് സെറം പവർ ബ്രോക്കറിന് തിരിച്ചു കിട്ടും. പക്ഷെ ഇപ്പോ അങ്ങനെയല്ല. സെറം ഒക്കെ നശിച്ചുപോയി. ഈ കാര്യം പവർ ബ്രോക്കർ അറിഞ്ഞു കഴിഞ്ഞാൽ നേരെ ആളെ വിട്ട് ഇവരെ കൊല്ലിക്കും. പെട്ടെന്ന് വിചാരിച്ച പോലെ തന്നെ പവർ ബ്രോക്കറിന്റെ കയ്യിൽ നിന്ന് ഇവർക്കൊരു മെസ്സേജ് വരുവാണ്. നീ വലിയ തെറ്റാണ് കാർലി ചെയ്തിരിക്കുന്നത്. നിന്നെ ഞാൻ വിശ്വസിച്ചു. പക്ഷെ നീ എന്റെ കയ്യിൽ നിന്ന് അമൂല്യമായ സൂപ്പർ സോൾജർ സെറംസ് മോഷ്ടിച്ചുകൊണ്ടുപോയി. അതുണ്ടാക്കിയ സയന്റിസ്റ്റ് ഇപ്പൊ ജീവനോടെ ഇല്ല. ഇതിന് നീ അനുഭവിക്കും. മര്യാദയ്ക്ക് ബാക്കിയുള്ള സെറം എനിക്ക് തന്നില്ലെങ്കിൽ നിങ്ങളെ തേടി വന്ന് ഞാൻ കൊല്ലും. ഇങ്ങനെയാണ് പവർ ബ്രോക്കർ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇപ്പൊ കാർലിക്കും ടീമിനും ഒരുപാട് പേരിൽ നിന്ന് രക്ഷപ്പെടാനുണ്ട്. ഒന്ന് സാമിൽ നിന്നും ബക്കിയിൽ നിന്നും, 2 ക്യാപ്റ്റൻ അമേരിക്കയിൽ നിന്നും ലെമാറിൽ നിന്നും, 3 അതിശക്തനായ പവർ ബ്രോക്കറിൽ നിന്ന്. ഇത് 3 എങ്ങനെ ചെയ്യുമെന്ന് അവർക്കൊക്കെ ഭയങ്കര ടെൻഷനായി. അപ്പോഴാണ് കാർലി 2 കൽപ്പിച്ച് പ്ലാൻ പറയുന്നത്. പുതിയ ക്യാപ്റ്റൻ അമേരിക്ക അല്ലെങ്കിൽ ജോൺ വാക്കറിനെ കൊല്ലണം. അങ്ങനെ ചെയ്യാൻ പറ്റിയ അത് ഗവൺമെന്റിനും മറ്റുള്ള ജനങ്ങൾക്കും ഒരു പേടിപ്പിക്കുന്ന മെസ്സേജ് ആയിരിക്കും. സാമിനെ കൊല്ലണ്ട, പക്ഷെ സാമിനെ തടയാനുള്ള ട്രിക്ക് കാർലി ആലോചിച്ചിട്ടുണ്ട്. പിന്നെ പവർ ബ്രോക്കറിന്റെ കാര്യം. പവർ ബ്രോക്കർ കണ്ടുപിടിക്കുന്ന സമയത്ത് കാർലി സ്വയം പിടികൊടുക്കാന്നാണ് അവൾ പറയുന്നത്. ഇങ്ങനെയാണ് അവർ പ്ലാൻ ഇടുന്നത്. ചുരുക്കി പറഞ്ഞ ഫ്ലാഗ് സ്മാഷേഴ്സിന്റെ കാര്യം ഏറെക്കുറെ പ്രശ്നത്തിലാണ്. ഒരുപാട് കാലമൊന്നും അവർക്ക് ഇങ്ങനെ ഒളിച്ചു നടക്കാൻ പറ്റില്ല. കൂടുതൽ സൂപ്പർ സോൾജേഴ്സിന് ഉണ്ടാക്കാനായിട്ട് ഇനി സെറവും ബാക്കിയില്ല. അടുത്ത സീനിൽ സാമിന്റെ അപ്പാർട്ട്മെന്റ് ആണ് കാണിക്കുന്നത്. സാം ഷാരൺ കാർട്ടറിന് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. ഷാരനോട് അവളുടെ ബന്ധങ്ങൾ വെച്ച് ജോൺ വാക്കറിന്റെ മേലെ ഒരു കണ്ണു വയ്ക്കണം എന്നാണ് സാം പറയുന്നത്. ജോൺ എപ്പോഴെങ്കിലും കാർലിയുമായി ഫൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപ്രതീക്ഷിതമായ കാര്യം ചെയ്യാനോ ഒരുങ്ങുന്നുണ്ടെങ്കിൽ അത് തന്നെ അറിയിക്കണം എന്നാണ് സാം ഷാരനോട് പറയുന്നത്. സിമോയാണെങ്കിൽ ഷീൽഡ് വെച്ച് കഴുത്തിന് അടികൊണ്ട് തൽക്കാലം വയ്യാതെ കിടക്കുകയാണ്. എന്നാലും അങ്ങനെ കിടക്കുമ്പോഴും സിമോ ഓരോ കൊനസ്റ്റ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സാം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഗവൺമെന്റ് നിന്നോട് എപ്പോഴെങ്കിലും നിന്റെ ശരീരത്തിൽ സൂപ്പർ സോൾജർ സെറം ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നോട് അവരങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇനിയൊരു പക്ഷെ നിന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നീ അത് ഉപയോഗിക്കുമായിരുന്നു. എന്നിട്ട് നീ ഒരു സൂപ്പർ സോൾജറായി മാറുമായിരുന്നു. ഒരിക്കലും അല്ല സിമോ, എനിക്കതിന് താല്പര്യമില്ല. നീ ഒട്ടും ആലോചിക്കാതെ ഉത്തരം പറഞ്ഞു. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മളെ ലോകത്തിന് സൂപ്പർ സോൾജേഴ്സിന് ആവശ്യമില്ല. കാർലി ഇനിയും പറഞ്ഞ് നേരെയാക്കാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് സാമിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ്. സൂപ്പർ സോൾജർ സെറം ഉപയോഗിക്കുന്നവരൊക്കെ സ്വയം ദൈവമാണെന്ന് വിചാരിക്കുന്നത്, എല്ലാവരെക്കാളും മുകളിലാണെന്ന്. അത് ശരിയല്ല. അവരെയൊക്കെ ഇല്ലാതെയാക്കണം. സിമോ, നീ പറയുന്ന വേറെ എന്ത് സംഭവിച്ചാലും അവരെ കൊന്നുകളയെന്ന് പറയുമ്പോൾ അതെനിക്ക് സമ്മതിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഒരു സൂപ്പർ സോൾജറായ ബക്കിയുടെ കാര്യവും അവൻ പ്രശ്നക്കാരനൊന്നുമല്ലല്ലോ. ഹൈഡ്രാവിന്റെ മൈൻഡ് പ്രോഗ്രാം ചെയ്ത് അവൻ ഉപയോഗിച്ചതുകൊണ്ട് മാത്രമാണ്
കാരണമാണ് അവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അല്ലാത്ത നിലയ്ക്ക് അവനൊരു നല്ല സോൾജർ ആയിരുന്നു, സ്റ്റീവ് റോജേഴ്സിനെ പോലെ തന്നെ. ഈ സമയത്താണ് ബക്കി അങ്ങോട്ട് കയറി വരുന്നത്. എനിക്ക് ജോൺ വാക്കറിനെ ഒട്ടും അങ്ങോട്ട് പിടിക്കുന്നില്ല. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ബക്കി? തലയ്ക്ക് കുറച്ച് വട്ടമുള്ളവന്മാരെ കണ്ടാൽ എനിക്ക് മനസ്സിലാവും, കാരണം ഞാൻ അങ്ങനെ ഒരുത്തന. ജോൺ വാക്കർ അവൻ ശരിയല്ല, അവന്റെ കയ്യിലെ ഷീൽഡ് ഇരിക്കാൻ പാടില്ല. നീ എന്തിനാ സാം അത് അവന് കൊടുത്ത്? ഞാൻ കൊടുത്തതല്ലോ, ഞാനത് മ്യൂസിയത്തിലേക്ക് കൊടുത്തു, ഗവൺമെന്റ് അതെടുത്ത് അവന് കൊടുത്തു. എന്തായാലും സ്റ്റീവ് നിനക്കല്ല തന്നെ, ഇതൊരു വലിയ മണ്ടത്തരമായി പോയി. അപ്പോഴാണ് ജോൺ വാക്കറും ലെമാറും അങ്ങോട്ട് കയറി വരുന്നത്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഞാൻ തന്ന ടൈം കഴിഞ്ഞു. സിമോ ഇനി എന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ സമയമായി. മിസ്റ്റർ ജോൺ വാക്കർ, താൻ ഇങ്ങനെ സംസാരിക്കുന്നതല്ലാതെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്ന കണ്ടിട്ടില്ല. ഇപ്പൊ സിമോ ഉള്ളതുകൊണ്ടാണ് ഇവിടെ വരെ പോലും എത്തിയത്. നിങ്ങൾ ഞങ്ങളുടെ പിന്നാലെ വരും മാത്രം ചെയ്ത്, അല്ലാന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് ചുമ്മാ വാചകം അടിക്കാതെ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ തടയാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കും. സിമോയുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. സിമോയെ കൊണ്ട് നമ്മൾക്ക് ആവശ്യമുണ്ട്. നീ ആരാന്ന സാം നിന്റെ വിചാരം? ഞാൻ ഇനി മാന്യമായിട്ട് നിന്നോട് സംസാരിക്കണം എന്നാണ് പറയുന്നത്. എന്റെ കയ്യിൽ ഷീൽഡ് ഇരിക്കുന്നത് കണ്ടിട്ട് നിനക്ക് എന്നോട് പേടി തോന്നുന്നുണ്ടോ? എന്നാൽ ഞാൻ ഷീൽഡ് താഴെ വെച്ച് ഫൈറ്റ് ചെയ്യാൻ വരാം. എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും നേരിട്ടൊന്ന് മുട്ടി നോക്കാം. ഇവൻ പിന്നെയും ചൊറിയാൻ തുടങ്ങി. നിന്നെ കൊണ്ട് ഇതിനെ പറ്റത്തുള്ളൂ. ഇപ്പൊ ജോൺ വാക്കർ ഷീൽഡ് താഴെ വെച്ച് സാമുമായിട്ട് ഫൈറ്റിന് വരാൻ പോവുകയാണെന്നാ തോന്നുന്നത്. പെട്ടെന്നാണ് അവരുടെ മുന്നിലേക്ക് ഒരു കുന്തം വന്നങ്ങോട്ട് തറച്ചിരിക്കുന്നത്. അത് ഡോറ മിലാജേസ് ആയിരുന്നു. അവർ 3 പേര് വന്നിട്ടുണ്ട്. സിമോയെ കൊണ്ടുപോകാനാണ് വന്നിരിക്കുന്നത്. ഈ ഗ്രൂപ്പിന്റെ ലീഡറായിട്ടുള്ള അയോയും മുന്നോട്ട് വരുന്നു. ബക്കി, ഞാൻ നിനക്ക് 8 മണിക്കൂറാണ് തന്നിരുന്നത്. ആ സമയം കഴിഞ്ഞു. നിങ്ങൾക്ക് ഇനി സിമോയെ കൊണ്ട് എന്താവശ്യമുണ്ടെങ്കിലും അത് ഞങ്ങളുടെ വിഷയമല്ല. അവനെ ഞങ്ങൾക്ക് വിട്ടുതരണം. ഈ സമയത്ത് പുതിയ ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ടുള്ള ജോൺ വാക്കർ വലിയ കാര്യത്തിൽ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഹായ് ലേഡി, ഐ എം ജോൺ വാക്കർ, പുതിയ ക്യാപ്റ്റൻ അമേരിക്ക. നൈസ് ടു മീറ്റ് യു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൈ കൊടുക്കാൻ ചെല്ലുമ്പോൾ ഡോറ മിലജ അവന് കൈ കൊടുക്കുന്നില്ല. അങ്ങനെ ജോൺ വാക്കറും ബേസിൽ യൂണിവേഴ്സിലെത്തി. ലേഡീസ്, നിങ്ങൾ ഈ കുന്നങ്ങളൊക്കെ ഒന്ന് താഴെ വയ്ക്ക്. എന്ന പ്രശ്നം എന്ന് പറ. ജോൺ, നീ അവരുടെ വഴി നിൽക്കാതിരിക്കുന്നത് നിനക്ക് നല്ലത്. അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടിയിട്ട് പിന്നെ എന്നെ പറയരുത്. നീ അവരോട് ഫൈറ്റ് ചെയ്യുന്നതിന് മുന്നേ വേണമെങ്കിൽ എന്നോടും ബക്കിയോടും ഫൈറ്റ് ചെയ്തോ, അതാ നിനക്ക് നല്ലത്. നിങ്ങൾ ഏത് രാജ്യത്തിന്റെ ആൾക്കാരായാലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെയൊന്നും ചെയ്യാനുള്ള അധികാരമില്ല. ഞങ്ങൾ വക്കാൻഡക്കാർ ഞങ്ങളുടെ നിയമങ്ങളെയാണ് അനുസരിക്കാറ്. ഞങ്ങൾ ഡോറ മിലാജേസും അങ്ങനെ തന്നെ. അതിന് നിങ്ങൾ എന്തിനിങ്ങനെ ചൂടാവുന്നത്? കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ? ഇങ്ങനെ പറഞ്ഞ് ജോൺ അവരുടെ തോളത്ത് കൈവയ്ക്കാൻ ചെല്ലുമായിരുന്നു. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പിന്നെയാണ് ജോണിന് മനസ്സിലായ പണി പാളിയെന്ന്. ഡോറ മിലാജേസ് അവനെ അടിച്ചൊതുക്കി. ജോൺ വാക്കർ ഷീൽഡ് വെച്ച് അവരെ തടയാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവരുടെ കയ്യിലിരിക്കുന്നത് വൈബ്രേനിയം കുന്നങ്ങൾ തന്നെയാണ്. വൈബ്രേനിയത്തിന്റെ അടുക്കി കിടന്ന് വളർന്ന വക്കാൻഡക്കാരുടെ അടുത്ത് ഷീൽഡ് കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? അതും ഷീൽഡ് പിടിച്ചു നിൽക്കാനും സ്റ്റീവ് റോജേഴ്സിനെ പോലെ ഒരു യോഗ്യതയൊക്കെ വേണം. അത് ഇവനില്ല. അങ്ങനെ അടികൊണ്ട് ജോൺ വാക്കറും ലെമാറും ചുരുങ്ങുന്നത് കണ്ടപ്പോ ഇനി എങ്ങാനും ഡോറ മിലാജെ അവരെ കൊന്നുകളെന്ന് വിചാരിച്ച് സാം ബക്കി ഇടയ്ക്ക് കയറി തടയാൻ നോക്കുന്നുണ്ട്. അവർ സാമിനെ അടിച്ചു നിലത്തിട്ടു. ബക്കിയെയും തോൽപ്പിച്ചു. പക്ഷെ ബക്കിയെ തോൽപ്പിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. ബക്കി കുറച്ചൊക്കെ അവർ തടഞ്ഞെങ്കിലും അവന്റെ വൈബ്രേനിയം കൈ ഫിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് വക്കാൻഡിൽ നിന്നാ. അപ്പൊ വക്കാൻഡക്കാർക്ക് അതിനെപ്പറ്റി അറിയാതിരിക്കോ? അയോ വെറും നിമിഷങ്ങൾ കൊണ്ട് അവളുടെ വെറും കൈ വെച്ച് ബക്കിയുടെ വൈബ്രേനിയം കൈ അങ്ങോട്ട് അടർത്തി താഴെ ഇടുവാണ്. എന്നിട്ട് ബക്കിയോട് നീ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ സിമോയെ തേടി നടക്കുന്നു. സിമോ ഇതിന്റെ ഇടയ്ക്ക് നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആയി. ഡോറ മിലാജേസ് വൈബ്രേനിയം ഷീൽഡിനെ ജോൺ വാക്കറിന് എടുക്കാൻ പറ്റാത്ത പോലെ കുന്നം കൊണ്ട് ഒരു സ്ഥലത്ത് കുത്തിവെച്ചിരിക്കുവാണ്. ജോൺ അതെടുക്കാൻ പഠിച്ച പണിയൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. എന്നിട്ട് ഒരു ഡോറ മിലാജ് തന്നെ വന്ന് അവസാനം ആ കുന്തം വലിച്ചെടുത്ത് ഷീൽഡ് അവന് തിരിച്ചു കൊടുക്കുന്നു. ജോൺ അവിടെ മുട്ടുകൂത്തിയിരിക്കുവാണ്. പാവത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും സിമോ രക്ഷപ്പെട്ടെന്ന് കണ്ടപ്പോ അവസാനമായിട്ട് ഇവർക്ക് ഒന്നുകൂടി നോക്കി ഡോറ മിലാജസ് അവിടെ നിന്ന് ഇറങ്ങി. തീർച്ചയായിട്ടും ഒരു സിമോയെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരിക്കും. ബക്കി അവന്റെ അടർന്നു വീണ കൈയെടുത്ത് തിരിച്ചു വെക്കുന്നുണ്ട്. സാം ചോദിക്കുമ്പോൾ ഡോറ മിലാജസിന് ഇങ്ങനെ ഈസി ആയിട്ട് എന്റെ കൈ കടർത്താൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് ബക്കി പറയുന്നത്. ഈ സമയത്ത് ലെമാർ എണീറ്റ് താഴെ മുട്ടുകുത്തി താഴേക്ക് നോക്കിയിരിക്കുന്ന ജോൺ വാക്കറിനോട് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. ജോൺ വാക്കറിന്റെ മുഖത്ത് മുഴുവൻ അപമാനം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ലെമാർ, അവരെന്നെ തോൽപ്പിച്ചു. അവര് സൂപ്പർ സോൾജേഴ്സ് പോലും ആയിരുന്നില്ല, എന്നിട്ടും അവരെന്നെ തോൽപ്പിച്ചു. ഇങ്ങനെയാണ് ജോൺ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറയുന്ന പട്ടമെടുത്ത് തന്റെ കയ്യിൽ തന്നിരിക്കുമ്പോൾ തന്റെ ലെവൽ എത്രത്തോളമാണെന്ന് ജോൺ വിചാരിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തെറ്റാണെന്നാണ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം സൂപ്പർ സോൾജേഴ്സ് അവൻ അടിച്ചിട്ടു. ഇപ്പൊ സൂപ്പർ സോൾജേഴ്സ് അല്ലാത്ത വക്കാൻഡിയിലെ 4 പെണ്ണുങ്ങൾ കൂടി അവൻ അടിച്ചിട്ടു. ഇതൊക്കെ ആലോചിക്കുമ്പോൾ ജോണിന് ഭയങ്കരമായിട്ട് അങ്ങോട്ട് വിഷമം വരുന്നുണ്ട്. നമ്മളുടെ സാം നേരത്തെ അവനോട് പറഞ്ഞതാ ഡോറ മിലാജസിന്റെ കൂടെ പ്രശ്നം ഉണ്ടാക്കാൻ പോരുതെന്ന്. അതനുസരിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഇരിക്കേണ്ടി വരില്ലായിരുന്നു. സാമിനെയും ബക്കിയും ദേഷ്യത്തോടെ നോക്കിയിട്ട് ജോൺ വാക്കർ ലെമാറിന്റെ കൂടെ പോവാണ്. എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ച പോലെ തോന്നുന്നു. ഇപ്പൊ ബക്കിയും സാമും ഒന്ന് നോക്കുമ്പോൾ സിമോ രക്ഷപ്പെട്ടിരിക്കുന്നത് അവരുടെ ബാത്റൂമിലെ ഒരു തുരങ്കത്തിക്കൂടെയാണ്. അപ്പൊ എന്തെങ്കിലും പ്രശ്നം വന്നാ എങ്ങനെ രക്ഷപ്പെടണം എന്നൊക്കെ സിമോ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സിമോയുടെ കാര്യമായതുകൊണ്ട് അത്ഭുതപ്പെടാനൊന്നുമില്ല.
അടുത്ത സീനി കാണിക്കുന്നത് ലെമാറും ജോൺ വാക്കറും കൂടി തമ്മിൽ സംസാരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ ജോൺ വാക്കറിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അറിയാലോ. ചില ആൾക്കാരൊക്കെ പുതിയ ക്യാപ്റ്റൻ അമേരിക്കയുടെ കൂടെ സെൽഫി എടുക്കാൻ വരുന്നുണ്ട്. ആ സമയത്ത് അവൻ ചിരിച്ചു നിൽക്കുമെങ്കിലും അവന് മാനസികമായിട്ട് ഭയങ്കര സന്തോഷമൊന്നുമില്ല. ജോൺ, കാര്യങ്ങൾ നീ വിചാരിച്ച പോലെ നടന്നില്ലായിരിക്കും, പക്ഷെ ആ സൂപ്പർ സോൾജർ സെർവൊക്കെ നശിപ്പിക്കപ്പെട്ടല്ലോ. അതുപോട്ടെ, നിന്റെ അടുത്ത് ഇങ്ങനെ ആൾക്കാർ വന്ന് സെൽഫി ഓട്ടോഗ്രാഫ് ഒക്കെ ചോദിക്കുമ്പോൾ നിനക്ക് ശല്യമായിട്ട് തോന്നില്ലേ? എന്താ ലെമാർ, നിന്നോടാരും ചോദിക്കാത്തതുകൊണ്ട് നിനക്ക് അസൂയാണ്? ഹോ നോ മാൻ, അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഓട്ടോഗ്രാഫ് മാത്രമല്ല അതിന്റെ കൂടെ എന്റെ ബാറ്റിൽ സ്റ്റാർ ലോഗോ വരെ ഞാൻ വരച്ചു കൊടുത്തേനെ. പറഞ്ഞിട്ട് എന്താ കാര്യം? ഫാൻസ് ഒക്കെ നിനക്കല്ലേ, അതുകൊണ്ട് എന്താ കാര്യം? പുറമെ ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറയാന്നല്ലാതെ ശരിക്കും എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ലെമാർ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിന്റെ ശരീരത്തിൽ ആ സൂപ്പർ സോൾജർ സെറം കുത്തിവെക്കാൻ ഒരു അവസരം കിട്ടിയാ നീ അത് ചെയ്യുമോന്നോ? മച്ചാനെ, ഉറപ്പായിട്ടും ചെയ്യും. പക്ഷെ ആ സെറം നിന്നെ എങ്ങനെയൊക്കെ മാറ്റിമറിക്കുമെന്ന് ആലോചിച്ചിട്ട് നിനക്ക് പേടിയില്ലേ? എടാ, സത്യം പറഞ്ഞ സൂപ്പർ സോൾജർ സെറം ഉപയോഗിച്ച് നിനക്ക് പവർ വരികയാണെങ്കിൽ അത് നിന്റെ സ്വഭാവത്തിന്റെ മാറ്റുകയല്ല ചെയ്യുന്നത്, നീ ശരിക്കും ആരാന്ന് കാണിച്ചു തരിക ചെയ്യുക. നിനക്ക് പവർ വന്നു കഴിയുമ്പോൾ നിനക്ക് എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥയായി കഴിയുമ്പോൾ നീ നല്ലവനായിരിക്കും അത് മോശം ആളായിരിക്കും എന്നുള്ളത് ശരിക്കും പുറത്തു വരും. ഇപ്പോ സ്റ്റീവ് റോജേഴ്സിന്റെയും കാർലിയുടെയും കാര്യം നോക്ക്. സ്റ്റീവ് റോജേഴ്സ് സെറം എടുത്തിട്ടും നല്ലവനായിരുന്നു. കാർലി സെറം എടുത്തു കഴിഞ്ഞപ്പോൾ ആൾക്കാരെ കൊല്ലാൻ തുടങ്ങി. ഞാൻ ആ സെറം എടുത്ത ഞാൻ എങ്ങനെയായിരിക്കുന്ന നിനക്ക് തോന്നുന്നത്? എടാ, നമ്മളെ രാജ്യത്തിന്റെ കയ്യിൽ നിന്ന് ധീരതയ്ക്കുള്ള 3 അവാർഡ് കിട്ടിയവനാണ് നീ. രാജ്യത്തിന് വേണ്ടി അത്രയൊക്കെ ചെയ്യാൻ കഴിവുള്ളവനാണ് നീ. നിനക്കാണ് ശരിക്കും ആ സെറം കിട്ടേണ്ടത്. നിന്റെ തീരുമാനങ്ങൾ തെറ്റാറില്ല. ആ മെഡലുകൾ സ്വന്തമാക്കാൻ ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ മാർ. നമ്മൾ എത്ര യുദ്ധങ്ങൾ പോരാടി, എത്ര കഷ്ടപ്പെട്ടു. ഈ പദവി ഞാൻ നേടിയെടുത്തു. എല്ലാം എന്തിനു വേണ്ടി? സൂപ്പർ സോൾജേഴ്സിന്റെയും സൂപ്പർ സോൾജേഴ്സ് അല്ലാത്ത കുറച്ച് പേടിയും കയ്യിൽ നിന്ന് അടി വാങ്ങാനോ? നീ പറയുന്നത് ശരി ജോൺ. ഒരുപക്ഷെ നിനക്കോ എനിക്കോ ആ സെറം കിട്ടിയിരുന്നെങ്കിൽ, നമ്മൾ അത് ഉപയോഗിച്ച് ശക്തരായി മാറിയിരുന്നെങ്കിൽ, നമ്മൾ മുൻപ് രക്ഷിച്ചതിനേക്കാൾ എത്രയോ അധികം പേരെ നമുക്ക് രക്ഷിക്കാമായിരുന്നു. എത്രയോ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ സെറമൊക്കെ നശിച്ചു പോയില്ലേ? ശരിയാണല്ലേ മാർ, അത് ഉപയോഗിക്കാൻ അവസരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കണം. നീ പറയുന്നത് ശരിയാ. ഇങ്ങനെ അവിടെ സംസാരത്തിന്റെ അവസാനം ജോൺ വാക്കർ എന്തോ ഇങ്ങനെ ആലോചിക്കുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവല്ലോ, ഒരു സൂപ്പർ സോൾജർ സെറം സിമോ ചവിട്ടി പൊട്ടിക്കാതെ ബാക്കി വന്നത് ജോൺ വാക്കർ എടുത്ത് പോക്കറ്റ് വെച്ചിരുന്നു. തീർച്ചയായിട്ടും അത് കുത്തിവെക്കാൻ തന്നെയായിരിക്കും അവന്റെ പ്ലാൻ. ഈ സമയത്ത് കാർലി മോഗൻതോ സാമിന്റെ പെങ്ങളായിട്ടുള്ള സാറയെ കോൾ ചെയ്യുകയാണ്. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടാവും, പുതിയ ക്യാപ്റ്റൻ അമേരിക്കയെ കൊല്ലാനും സാമിനെ തടയാനുമാണ് കാർലിയുടെ പ്ലാൻ. സാമിനെ തടയാൻ പോകുന്നത് ഇങ്ങനെയാണ്. അവന്റെ അനിയത്തി സാറയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക. ഹായ് സാറ, സാമിന്റെ സിസ്റ്റർ അല്ലേ? ഞാനാണ് കാർലി മോഗൻതോ. എന്റെ പേര് ചിലപ്പോൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. നീ ഫ്ലാഗ് സ്മാഷേഴ്സിന്റെ ലീഡർ അല്ലേ? നിങ്ങൾ ടെററിസ്റ്റുകളല്ലേ? നോ, ഞങ്ങൾ ടെററിസ്റ്റുകളല്ല. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് നേടിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ പോരാടുന്നേ ഉള്ളൂ. അതിന്റെ ഇടയ്ക്ക് എനിക്ക് ചിലപ്പോൾ നിന്റെ ബ്രദർ ആയിട്ടുള്ള സാമിനെ കൊല്ലേണ്ടി വന്നേക്കും. സാമിനെ വിശ്വസിക്കാമെന്ന് ഞാൻ കരുതി, പക്ഷെ എനിക്ക് തെറ്റിപ്പോയി. സാമും പുതിയ ക്യാപ്റ്റൻ അമേരിക്കയൊക്കെ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. അവരെന്നെ പിടിക്കാൻ ശ്രമിച്ചു. നോക്ക് കാർലി, പുതിയ ക്യാപ്റ്റൻ അമേരിക്കയെ തെരഞ്ഞെടുത്തത് ഞാനോ സാമോ ഒന്നുമല്ല. അമേരിക്ക ഞങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാറില്ല, അതുകൊണ്ട് ഞാൻ അമേരിക്കയുടെ കാര്യം ശ്രദ്ധിക്കാറില്ല. ആ ഷീൽഡ് എടുത്ത് പുതിയ ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് കൊടുത്തതോ ജോൺ വാക്കറിനെ ക്യാപ്റ്റൻ അമേരിക്ക ആക്കിയതോ സാം അല്ല, അത് ഗവൺമെന്റ് ആണ്. ഞങ്ങൾക്കത് പങ്കില്ല. നിന്നെ പോലെ ഒരുപാട് അവകാശങ്ങൾ ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്കറിയാം സാറ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. നീയും നിന്റെ ചേട്ടൻ സാമും നല്ലവരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ സാമിനോട് ഇനി ആ ക്യാപ്റ്റൻ അമേരിക്കയുടെ കൂടെ നിൽക്കരുതെന്ന് പറയണം. അത് മാത്രമല്ല, സാമിനോട് എന്നെ ഒറ്റയ്ക്ക് വന്ന് കാണാനും പറയണം. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സ്ഥലം ഞാൻ നിനക്ക് അയച്ചു തരാം. നീ അത് ലീക്ക് ചെയ്യാനോ എന്നെ പോലീസിനെ വെച്ച് പിടിപ്പിക്കാനോ ശ്രമിച്ചാൽ ഞാൻ പിന്നെ ഇങ്ങനെയായിരിക്കില്ല പെരുമാറുന്നത്. എനിക്ക് നിന്റെ വീട് എവിടെയാണെന്നും നിന്റെ വീടിന്റെ പുറത്ത് കിടക്കുന്ന ആ പഴയ ബോട്ടിനെ പറ്റിയും നിന്റെ പിള്ളേർ പഠിക്കുന്ന സ്കൂളിനെ പറ്റിയും ഒക്കെ അറിയാം. കൊന്നുകളയും ഞാൻ. അതുകൊണ്ട് വേറെ ആരും അറിയാതെ വേണം ഈ കാര്യം നീ സാമിനോട് പറയാൻ. ഞാൻ നിന്നെ വിശ്വസിക്കുന്നുണ്ട് സാറ, അത് തെറ്റിക്കരുത്. ഇങ്ങനെ പറഞ്ഞ് കാർലി കോൾ കട്ട് ചെയ്യുവാണ്. സാറ പേടിച്ചു പോയി. ഇങ്ങനെ ഭീഷണിപ്പെടുത്തേണ്ടൊക്കെ വരുന്നതിൽ കാർലിക്കും വിഷമമുണ്ട്. പക്ഷെ വേറെ വഴിയൊന്നുമില്ല. ഈ കാര്യം സാം അറിഞ്ഞപ്പോ അവനും പേടിയാവുകയാണ്. അതുകൊണ്ട് സാം സാറയോട് എത്രയും പെട്ടെന്ന് സാധനങ്ങളെയും പിള്ളേരെയും ഒക്കെ പാക്ക് ചെയ്ത് സേഫ് ആയിട്ടുള്ള വേറൊരു വീട്ടിലേക്ക് മാറാൻ പറയുന്നു. കുറച്ച് ആൾതാമസമൊക്കെയുള്ള സ്ഥലത്തേക്ക്. അത് മാത്രമല്ല, എന്ത് പേയ്മെന്റ് ചെയ്യുവാണെങ്കിലും അത് ക്യാഷ് ആയിട്ട് തന്നെ പേ ചെയ്യാൻ പറയുവാണ്. കാരണം ഗൂഗിൾ പേ വഴി പേ ചെയ്യുകയാണെങ്കിൽ കയ്യിലെ പൈസ പോകുന്നത് നമ്മൾ അറിയില്ല. ഐ മീൻ ഫ്ലാഗ് സ്മാഷേഴ്സിന് അവരെ എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും നിനക്കോ പിള്ളേർക്കോ ഒന്നും സംഭവിക്കാൻ സമ്മതിക്കില്ലെന്ന് സാം സാർക്ക് വാക്ക് കൊടുക്കുന്നു. എന്തായാലും സാമിനോട് ചെല്ലാൻ പറഞ്ഞ ലൊക്കേഷനിലേക്ക് അവൻ ഒറ്റയ്ക്ക് പോകാൻ തീരുമാനിക്കുവാണ്. പക്ഷെ ബക്കി പറയുന്നു, നീ അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ ഞാൻ സമ്മതിക്കില്ല, ഞാനും വരാമെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി വേണമെങ്കിൽ ഒരു ഫൈറ്റ് പോലും നടക്കുമെന്ന് വിചാരിച്ച് തയ്യാറായി തന്നെ സ്യൂട്ടൊക്കെ ധരിച്ച് അങ്ങോട്ട് ചെല്ലുവാണ്. സാം ഇപ്പൊ കാർലിയോട് കുറച്ച് ദേഷ്യത്തില. അവന്റെ പെങ്ങളെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയല്ലോ. പറഞ്ഞ പോലെ കാർലിയോട് നിൽക്കുന്നുണ്ട്. കാർലി, നീ എന്റെ അനിയത്തിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയല്ലേ? ഇതൊന്നും ശരിയല്ല. ഹേയ് സാം, നിന്നെ ഇങ്ങോട്ട് ഇങ്ങനെ വരുത്താൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്, അല്ലാതെ ഞാൻ നിന്റെ അനിയത്തിയെ പോയി കൊല്ലാനൊന്നും പോകുന്നില്ല. നീ നിന്റെ അനിയത്തിയൊക്കെ നല്ല ആൾക്കാരാണെന്ന് എനിക്ക് അറിയാം. സാമിനോട് ഒറ്റയ്ക്ക് വരാനല്ലേ ഞാൻ പറഞ്ഞത്. അത് കുഴപ്പമില്ല കാർലി, നീ കാര്യത്തിലേക്ക് കിടക്ക്. നമ്മൾക്കിതെങ്ങനെ സമാധാനമായിട്ട് അവസാനിപ്പിക്കാം. സാം, ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്ക് നിന്നെ കൊല്ലണമെന്നില്ല. നീ ഗവൺമെന്റിന്റെ കൂടെയല്ല പ്രവർത്തിക്കുന്നത്. ക്യാപ്റ്റൻ അമേരിക്ക കൊന്നു കഴിഞ്ഞാൽ അത് ഗവൺമെന്റിന് മനസ്സിലാവും. അവര് ഞങ്ങളെ പേടിക്കാൻ തുടങ്ങും. പക്ഷെ നിന്നെ കൊന്നുകൊണ്ട് കാര്യമില്ല. നീ ഇപ്പൊ ആ ഷീൽഡിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ആളല്ല. നിനക്ക് ഇഷ്ടമുള്ള തീരുമാനങ്ങൾ നിനക്കെടുക്കാം. അതുകൊണ്ട് ഞാൻ പറയാം, നീ എന്റെ കൂടെ നിൽക്കണം. ഇനി അതിനും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്റെ പിന്നാലെ വരരുത്. ഈ സമയത്ത് ഷാരൺ കാർട്ടർ സാമിന് ഒരു വിവരം കൊടുക്കുന്നുണ്ട്. ക്യാപ്റ്റൻ അമേരിക്കയും ടീമും കൂടി സാമിനെ ട്രാക്ക് ചെയ്ത് അവരുടെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന്. ഷാരനോട് സാം നേരത്തെ പറഞ്ഞിരുന്നല്ലോ പുതിയ ക്യാപ്റ്റൻ അമേരിക്കയെ ഒന്ന് നിരീക്ഷിക്കാൻ. എന്തായാലും ജോൺ വാക്കറും ടീമും ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞു. സാമിന് അപകടം മനസ്സിലായി. ഒന്നുകിൽ ജോൺ വാക്കർ ഇവരെ കൊല്ലും, അല്ലെങ്കിൽ മിക്കവാറും കാർലിയും ടീമും ജോൺ വാക്കറിനെ കൊല്ലും. എന്നിട്ട് ക്യാപ്റ്റൻ അമേരിക്കയെ കൊന്നെന്ന് പറഞ്ഞ് ഗവൺമെന്റിനെയും ജനങ്ങളെയും
പിന്നെയും പേടിപ്പിക്കും. കാര്യം മനസ്സിലായ കാർലി പെട്ടെന്ന് അവിടെ നിന്ന് ചാടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. ബക്കിയും കൂടെ ചാടി അവളെ തടയുന്നുണ്ട്. ഇതിനിടയ്ക്ക് സാമും വന്ന് ഫൈറ്റ് ചെയ്യുന്നു. ജോൺ വാക്കറും ലെമാറും അങ്ങോട്ട് കയറി വരുവാണ്. ജോൺ അടിയിൽ നിരീക്ഷിക്കുന്ന സമയത്ത് ലെമാർ മുകളിലേക്ക് കയറിപ്പോയി. പക്ഷെ പിന്നെ ലെമാറിന്റെ കയ്യിൽ നിന്ന് ഒരു വിവരവും കിട്ടുന്നില്ല. അവനെ ഫ്ലാഗ് സ്മാഷേഴ്സിന്റെ കുറച്ച് ആളുകൾ പിടിച്ചു. ജോണിന്റെ ആത്മാർത്ഥ സുഹൃത്താണല്ലോ ലെമാർ, അതുകൊണ്ട് അവനൊന്നും പറ്റാതിരിക്കാൻ ജോൺ പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചെല്ലുന്നുണ്ട്. ജോൺ ഇപ്പൊ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നതുപോലെ അവനൊരു നിമിഷം സൈലന്റ് ആയി നിന്ന് ചുറ്റും ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്നിട്ട് ശബ്ദം കേൾക്കുന്ന സ്ഥലത്തേക്ക് നടക്കുന്നു. ലെമാറിനെ ഫ്ലാഗ് സ്മാഷേഴ്സിലെ കുറച്ചുപേർ ഇടിച്ച് ബോധം കെടുത്തി മുകളിലൊരു സ്ഥലത്ത് കൊണ്ടിടുവാണ്. ജോൺ പതുക്കെ കെട്ടിടത്തിൽ കൂടെ നടക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ഫ്ലാഗ് സ്മാഷേഴ്സ് അവനെ ആക്രമിക്കുന്നത്. അവൻ ഷീൽഡ് വെച്ച് നന്നായിട്ട് തന്നെ ഫൈറ്റ് ചെയ്തു. ഇതിനിടയ്ക്ക് ജോൺ ഷീൽഡ് എറിയുമ്പോൾ അത് ചെന്ന് ചുമരിൽ കുത്തി തറച്ചിരിക്കുവാണ്. ഒരു മനുഷ്യനാണ് ഷീൽഡ് എറിയുന്നതെങ്കിൽ ഇത്രയും സ്പീഡിലും ശക്തിയിലും ഈ ഷീൽഡ് എറിയാൻ പറ്റില്ല. അതിങ്ങനെ ചെന്ന് കുത്തി തറച്ചിരിക്കുകയില്ല. എന്താണ് സംഭവിച്ചത്? ജോൺ വാക്കറിനെ എവിടുന്നാണ് ഇത്ര ശക്തി? വേറൊരു ഫ്ലാഗ് സ്മാഷേഴ്സ് ജോൺ വാക്കറിനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ജോൺ വാക്കർ അവൻ ഇടിച്ചിടുക മാത്രമല്ല, വലിയൊരു ഇരുമ്പിന്റെ കമ്പി അവൻ സ്വന്തം കൈകൾ വെച്ച് വളച്ചൊടിക്കുന്നുണ്ട്. ഇത് കണ്ട് സാം പോലും ഞെട്ടിപ്പോയി. എങ്ങനെയാണ് ജോൺ ഇങ്ങനെ ചെയ്യുന്നത്? കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ജോൺ വാക്കർ അവൻ പോക്കറ്റിലെടുത്ത് വെച്ചിരുന്ന ഒരു സൂപ്പർ സോൾജർ സെറം സ്വന്തം ശരീരത്തിൽ കുത്തിവെച്ചു. അവനിപ്പോ അതിശക്തനായ ഒരു സൂപ്പർ സോൾജറായി മാറിക്കഴിഞ്ഞു. ഇതാണ് സംഭവിച്ചത്. തലേ ദിവസത്തെ അപമാനഭാരം അവനൊട്ടും സഹിക്കാൻ പറ്റിയില്ല. ഇന്നലെ അവൻ ലെമാറിനോട് ചോദിച്ചല്ലോ, സെറം കുത്തിവെച്ചാ അത് നമ്മളെ മാറ്റിക്കളയോന്ന്. ലെമാർ അവനോട് പറഞ്ഞു ഒരിക്കലും ഇല്ലെന്ന്. ജോൺ വാക്കർ ഒരു നല്ലവനാണ്, അതുകൊണ്ട് സെറം ഉണ്ടായാലോ അവൻ നല്ലവൻ തന്നെ ആയിരിക്കും എന്നാണ് ലെമാർ പറഞ്ഞു. ആ ഒരു കോൺഫിഡൻസിൽ ജോൺ വാക്കർ അത് കുത്തിവെച്ചു. അവൻ ആളുകളുടെ കയ്യിൽ നിന്ന് ഇടി കൊണ്ട് മതിയായി. ഇനി അവൻ ഇടിയൊക്കെ തിരിച്ചു കൊടുക്കാൻ പോവാണ്. ഇതേസമയം ബക്കിയും സാമും ഫ്ലാഗ് സ്മാഷേഴ്സിനൊപ്പം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവർ ഫ്ലാഗ് സ്മാഷേഴ്സിനെ കൊല്ലാൻ നോക്കുന്നില്ല, തോൽപ്പിക്കാനാണ് നോക്കുന്നത്. പലപ്പോഴും ബക്കിക്ക് അവരെ കൊല്ലാൻ അവസരം ഉണ്ടായിരുന്നു, എങ്കിലും അവനത് ചെയ്തില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ബക്കി ഇപ്പൊ പണ്ടത്തെ പോലെ വിന്റർ സോൾജർ അല്ല. ഇനി എങ്ങാനും അവൻ പണ്ടത്തെ പോലെ വിന്റർ സോൾജർ ആണെങ്കിൽ പിന്നെ ഫ്ലാഗ് സ്മാഷേഴ്സ് ടീമിലുള്ള 8 സൂപ്പർ സോൾജേഴ്സിനെയും തോൽപ്പിക്കാൻ വേറൊരുത്തന്റെ ആവശ്യം വരില്ല. വിന്റർ സോൾജർ ഒറ്റയ്ക്ക് മതി. Stay there. You're welcome. ബക്കിയുടെ ഒരു ക്യാരക്ടറിൽ വന്ന മാറ്റമാണ് ഞാൻ പറയുന്നത്. അവൻ സ്വയം ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. സാം അവന്റെ ഫാൽക്കൺ സ്യൂട്ട് വെച്ച് അവന് പറ്റുന്ന പോലെ ഫൈറ്റ് ചെയ്യുന്നു. ഈ സമയത്താണ് ജോൺ വാക്കറിന്റെ ഒടുക്കത്തെ ഫൈറ്റ്. അവനിപ്പോ അടിപൊളി ശക്തിയാണല്ലോ. പക്ഷെ പെട്ടെന്ന് ഒരു ഫ്ലാഗ് സ്മാഷ് വന്ന് അവനെ ചുറ്റിപ്പിടിക്കുന്നു. ഈ സമയത്ത് കാർലി ഒരു കത്തി എടുത്തുകൊണ്ട് അവനെ കുത്തിക്കൊല്ലാൻ വേണ്ടി വരുവാണ്. അതായിരുന്നല്ലോ അവളുടെ പ്ലാൻ. പക്ഷെ പെട്ടെന്നാണ് ലെമാർ അങ്ങോട്ട് ചാടി കയറി വന്ന് തന്റെ കൂട്ടുകാരൻ ജോൺ വാക്കറിനെ കൊല്ലുന്നതിൽ നിന്ന് കാർലിയെ തടയുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ ലെമാറിന് കുറച്ച് നേരത്തെ ബോധം വന്നിരുന്നു. അപ്പൊ അവൻ എണിട്ടിട്ട് അവന്റെ അരയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കത്തി വെച്ച് കയ്യിലെ കെട്ടുകൾ അറുത്തു മാറ്റി. എന്നിട്ട് നേരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. അങ്ങനെ അവൻ ജോണിനെ രക്ഷിച്ചു. പക്ഷേ അത് കാർലിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. തന്നെ തള്ളി മാറ്റിയ ലെമാറിനെ കാർലി മുഴുവൻ ശക്തിയെടുത്ത് പെട്ടെന്ന് നെഞ്ചത്തിട്ട് ഒരു ഒറ്റ ഇടിയിടിക്കുവാണ്. ഒരു മനുഷ്യനെ ഒരു സൂപ്പർ സോൾജർ ഇങ്ങനെ ഇടിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? നെഞ്ചാങ്കൂട് തകർന്നു പോകും. അവന് ബുള്ളറ്റ് പ്രൂഫ് സ്യൂട്ട് ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ലെമാർ തെറിച്ചു പോയി അപ്പുറത്ത് തൂണി ചെന്നിടിക്കുവാണ്. തൂൺ വരെ പൊളിഞ്ഞു പോയി. തൂണും പൊളിഞ്ഞു, ലെമാറിന്റെ നെഞ്ചാങ്കൂടും പൊളിഞ്ഞു. ലെമാർ പിന്നെ അനങ്ങില്ല. ഇത് കണ്ട് ജോൺ ആകെ വിറച്ചുപോയി. കാലാകാലങ്ങളായിട്ടുള്ള അവന്റെ സുഹൃത്താണ് ലെമാർ. ജോൺ ഇമോഷണൽ ആവുന്നത് കണ്ട് അവനെ പിടിച്ചിരുന്ന ഫ്ലാഗ് സ്മാഷർ വിടുന്നുണ്ട്. ജോൺ ഓടിച്ചെന്ന് ലെമാറിന്റെ അടുത്ത് നിന്ന് അവനെ എണിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ പതുക്കെ ജോൺ മനസ്സിലാക്കി ലെമാർ മരിച്ചു പോയിരിക്കുന്നു. തന്റെ കൂട്ടുകാരൻ തനിക്ക് വേണ്ടിയാണ് മരിച്ചിരിക്കുന്നത്. അതും വളരെ ബ്രൂട്ടലായി അവൻ ഇടിച്ച് കൊന്നു കളഞ്ഞിരിക്കുന്നു. അവസ്ഥ മോശമാവുന്നെന്ന് കണ്ട ഫ്ലാഗ് സ്മാഷേഴ്സ് ഒക്കെ അവിടുന്ന് ഓടാൻ തുടങ്ങി. ഇത് കണ്ട് സാമിനും ബക്കിക്കും എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല. പക്ഷെ ജോണിന്റെ രക്തം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അവനിപ്പോ സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ജോൺ ഒന്നും നോക്കാതെ നേരെ അവിടുത്തെ ചില്ല് പൊട്ടിച്ച് താഴേക്ക് ചാടുവാണ്. ഒരു കാറിന് മോളിൽ വന്ന് അവൻ ലാൻഡ് ചെയ്തു. അവൻ ചുറ്റും നോക്കി. ഏതോ ഒരു ഫ്ലാഗ് സ്മാഷർ അവന്റെ കണ്ണി പെട്ടു. ജോൺ അവന്റെ പിന്നാലെ വെച്ച് പിടിക്കുകയാണ്. ജോൺ കാർലിയാണ് അന്വേഷിക്കുന്നത്. പക്ഷെ അവളെ കിട്ടുന്നില്ലെങ്കിൽ അവളുടെ കൂട്ടത്തിലുള്ള ഒരുത്തനായാലും മതി എന്നുള്ള രീതിയിലാണ് ജോൺ ഇവനെ ഓടിക്കുന്നത്. ഫ്ലാഗ് സ്മാഷർ ജോണിനെ തടയാനും ഓടി രക്ഷപ്പെടാനും ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കുന്നില്ല. ഒരു പബ്ലിക് ആയിട്ടുള്ള സ്ഥലം എത്തിയപ്പോ അവനെ ജോണിന് കിട്ടി. ജോൺ തന്റെ ഷീൽഡ് വെച്ച് അവൻ എറിഞ്ഞ് താഴെയിടുവാണ്. എന്നിട്ട് അവന്റെ അടുത്ത് എത്തുന്നതിന് മുന്നേ തന്നെ 1-2 വട്ടം ഷീൽഡ് വെച്ച് അവനെ ആക്രമിച്ചു. ജോൺ അങ്ങോട്ട് വന്ന് അവന്റെ നെഞ്ചിൽ ചവിട്ടി നിൽക്കുവാണ്. ആ ഫ്ലാഗ് സ്മാഷ് പറയുന്നുണ്ട്, നിന്റെ കൂടെ ഉള്ളവനെ കൊന്നത് ഞാനല്ല, അത് അവളെ ചെയ്ത ഞാനല്ല, എന്നൊന്നും ചെയ്യരുത്. ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ജോണിന് അവന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവൻ എന്താ ചെയ്യുന്നറിയോ? അവൻ ആ വൈബ്രേനിയം ഷീൽഡ് എടുത്ത് അത് മുകളിലേക്ക് ഉയർത്തി ഈ ഫ്ലാഗ് സ്മാഷർ
സ്മാഷറിന്റെ നെഞ്ചാങ്കോടിലിട്ട് അടിച്ച് കൊന്നു കളയുവാണ്. മിക്കവാറും ആ ഫ്ലാഗ് സ്മാഷർ 2 പീസായി കാണും. ആ രീതിയിലാണ് ജോൺ ദേഷ്യം കൊണ്ട് തിളച്ചു മറിഞ്ഞ് വൈബ്രേനിയം ഷീൽഡ് വെച്ച് ഇങ്ങനെ ഇടിക്കുന്നത്. അതും വെറും ഒരു മനുഷ്യനല്ല ജോൺ ഇപ്പോ ഒരു സൂപ്പർ സോൾജർ ആണ്. ആ ശക്തി വെച്ചാണ് അവൻ ഈ വൈബ്രേനിയം ഷീൽഡ് വെച്ച് അടിക്കുന്നത്. രക്തം ചുറ്റും ചീറ്റി തെറിക്കാൻ തുടങ്ങി. പക്ഷെ ജോൺ നിർത്തിയില്ല. ചുറ്റും നിൽക്കുന്ന എല്ലാവരും ഇത് കണ്ട് അന്തം വിട്ടു. അവരൊക്കെ പേടിച്ച് വരയ്ക്കാൻ തുടങ്ങി. അമേരിക്കയെ പ്രതിനിധാനം ചെയ്യുന്ന ക്യാപ്റ്റൻ അമേരിക്കയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അവരെല്ലാവരും ഇത് ഫോണിൽ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. എന്തായാലും ഇത് വൈറലാവും. അങ്ങനെ നിമിഷങ്ങൾക്കുള്ളിൽ ആ ഫ്ലാഗ് സ്മാഷർ മരിച്ചു. അങ്ങനെ ദേഷ്യം അടങ്ങിയ ജോൺ വാക്കർ എണീറ്റ് നിൽക്കുവാണ്. അപ്പോഴാണ് അവന് ബോധം തിരിച്ചു വന്നത്. അവൻ ചുറ്റും നോക്കി. താൻ ചെയ്ത കാര്യം എല്ലാവരും കണ്ടെന്ന് ജോണിന് മനസ്സിലായി. അവന് കുറ്റബോധം ഉണ്ടോ ഇല്ലയോ എന്ന് അവന്റെ മുഖം നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ സമയത്ത് സാമും ബക്കി അങ്ങോട്ട് വരുന്നു. ഈ കാഴ്ച കണ്ട് സാമിന് മനസ്സിലായി ബക്കി പറഞ്ഞത് ശരിയായിരുന്നെന്ന്. ജോൺ ഒരിക്കലും ആ ഷീൽഡ് അർഹിച്ചിട്ടില്ല. ജോൺ ഒരിക്കലും ക്യാപ്റ്റൻ അമേരിക്ക അവൻ അർഹനല്ല. ആ ഷീൽഡ് താൻ കൊടുത്തത് ഒരു തെറ്റായി പോയെന്ന് സാമിന് മനസ്സിലായിട്ടുണ്ടാവും. ബക്കിക്ക് പിന്നെ അത് നേരത്തെ അറിയായിരുന്നല്ലോ. ഇപ്പൊ സിമോ പറഞ്ഞത് എന്തായി? അത് ശരിയല്ലേ? സൂപ്പർ സോൾജർ സാറും കിട്ടിക്കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. അതിലൊരു എക്സെപ്ഷൻ, ഒരു വ്യത്യസ്തനായി മാറിയത് സ്റ്റീവ് റോജേഴ്സ് മാത്രമായിരുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സ്റ്റീവ് റോജേഴ്സ് എങ്ങനെ ചെയ്യുമെന്ന്? ആ ഷീൽഡിൽ മര്യാദയ്ക്ക് കുറച്ച് രക്തമായത് നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ? ഇല്ല. അത് ഉപയോഗിച്ച ആളുടെ ക്വാളിറ്റിയാണ്. അതായത് സ്റ്റീവ് റോജേഴ്സിന്റെ യോഗ്യതയാണ് അവിടെ കാണിക്കുന്നത്. അദ്ദേഹം ആ ഷീൽഡിൽ മാക്സിമം രക്തമാക്കിയിട്ടില്ല. സ്റ്റീവ് റോജേഴ്സ് ആളുകളെ കൊല്ലാനല്ല ശ്രമിച്ചത്, തോൽപ്പിക്കാൻ മാത്രമാണ്. ഇനി ഒരു പക്ഷേ സ്റ്റീവിന്റെ മുന്നിൽ വെച്ച് ബക്കിയെ ഒരുത്തൻ കൊന്നാൽ പോലും സ്റ്റീവ് ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അതാണ് സ്റ്റീവ് റോജേഴ്സിനെ എക്കാലത്തെയും മികച്ച ക്യാപ്റ്റൻ അമേരിക്കയാക്കി മാറ്റുന്നത്. ദ വൺ ആൻഡ് ഓൺലി പീസ്. അതുപോലൊരു ക്യാപ്റ്റൻ അമേരിക്ക ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. അതിനെയാണ് ഒരാളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. പണ്ടേ ഡോക്ടർ എർസ്കിൻ അടക്കം പറഞ്ഞിട്ടുണ്ട്, സൂപ്പർ സോൾജർ സാർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു നല്ലവനാണെങ്കിൽ അവന്റെ നല്ല സ്വഭാവം കൂടും, ഒരു മോശം ആളാണെങ്കിൽ അവന്റെ മോശം സ്വഭാവം കൂടും. സീമോ പറഞ്ഞത് ഇത് തന്നെയാണ്. സാർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരാൾ പരമാധികാരി ആവണമെന്ന് ആഗ്രഹിക്കും. എന്തു ചെയ്യാനുള്ള പവർ കൈ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ പിന്നെ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ജോൺ പോലും സ്വയം ഒരു നല്ലവനാണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് വന്ന ദേഷ്യം അവന്റെ ശരീരത്തെ കീഴടക്കി. അവൻ കൺട്രോൾ വിട്ട് ഇങ്ങനെ ചെയ്തു. ഇപ്പൊ നിങ്ങളിൽ പലരും പറയും ജോൺ ചെയ്തതാണ് ശരിയെന്ന്. ഒരു തരത്തിൽ ശരിയാണ്. പക്ഷേ ഒരു ക്യാപ്റ്റൻ അമേരിക്കയായി നിൽക്കുമ്പോൾ അവൻ ഈ ചെയ്തത് ശരിയല്ല. എന്തായാലും സ്ഥിതി ആകെ കൈവിട്ടു പോയിരിക്കുന്നു. ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡിലാണ്, ഒരു വലിയ പ്രതീകത്തിലാണ്, ഒരു സിംബലിലാണ് ആ രക്തം പുരണ്ടിരിക്കുന്നത്. ഇനി എന്താണ് സംഭവിക്കുക? എന്തായാലും അടുത്ത എപ്പിസോഡ് പെട്ടെന്ന് ഇടുമായിരിക്കും. എന്തായാലും ഡേറ്റ് പറയുന്ന പരിപാടി ഞാൻ നിർത്തി. കാരണം ഞാൻ വാക്ക് പാലിക്കാത്ത ഒരുത്തനാണ്. അതെന്റെ പേഴ്സണൽ ആയിട്ടുള്ള പല തിരക്കുകളും കൊണ്ടാണ്. എന്തായാലും ഡേറ്റ് പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുന്നതിനേക്കാൾ നല്ലത് ഡേറ്റ് പറയാതെ പറ്റിക്കുന്നതാണ്. ഡേറ്റ് പറയാതെ ഏതെങ്കിലും ഒരു ദിവസം ഇടുന്നതാണ്. ഗൈസ്, സത്യം പറയാലോ, ഒരുപാട് തിരക്കുകൾ വന്നു. അത് ഒറ്റയടിക്ക്. ഈ മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഹോസ്പിറ്റൽ കേസൊക്കെ എപ്പോഴാണ് വരാന്ന് പറയാൻ പറ്റില്ല. ഇനി എന്തായാലും ഞാൻ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിന്നാൽ വീഡിയോ നീണ്ടുപോകും. അതിന്റെ ആവശ്യമില്ല. ഫേസ് 4 തുടങ്ങിയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് ആഴ്ചയിൽ ഒരു വീഡിയോ ഇടാമെന്നാണ്. പക്ഷെ നിങ്ങളുടെ സപ്പോർട്ടും പിന്നെ പ്രത്യേകിച്ച് 2 മാസം ലീവൊക്കെ ആയിരുന്നതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി സ്പീഡിൽ ഇടാൻ നോക്കി. പക്ഷെ എപ്പോഴും അങ്ങനെ പറ്റണമെന്നില്ലല്ലോ. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു വീഡിയോ പ്രതീക്ഷിച്ചാൽ മതി. ടൈം കിട്ടുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ഇടാം. എന്തായാലും എനിക്കതിൽ ഉറപ്പൊന്നും പറയാൻ പറ്റുന്നില്ല. എന്തായാലും മാസങ്ങളോളം വീഡിയോ ഒന്നും ഇടാതെ ചാനൽ വെറുതെ കിടക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ ഇത്. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അടുത്ത എപ്പിസോഡിന്റെ കാര്യം, അതെന്തായാലും ഒരു തീപ്പൊരി എപ്പിസോഡാണ്, പറയാതിരിക്കാൻ വയ്യ. അതിലെ ഫൈറ്റ് ഒക്കെ വേറെ ലെവലാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. വൺസ് അഗൈൻ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്.